അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള വിദ്യാർത്ഥിനികൾ, എന്തായിരുന്നു നമ്മൾ ചർച്ച ചെയ്തിരുന്നത്? എന്തിനാണ് അതല്ല നമ്മൾ ആദ്യം ചർച്ച എന്തിനാണ് ജീവിക്കുന്നത്? നിങ്ങളുടെ കയ്യിലുള്ള ഇവാലുവേഷനിൽ നിങ്ങൾ എഴുതേണ്ടതും അതന്നെയാണ്. എന്തിനാണ് നിങ്ങൾ ആ ക്ലാസ്സിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കുന്നത്? പിന്നെ എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? വളരെ കുറച്ച് പേർക്ക് മാത്രമേ പഠനത്തിൽ വ്യക്തമായ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. അന്ന് നമ്മളൊരു ലക്ഷ്യം, അതിൻ്റെ ആവശ്യകത വ്യക്തമായി നമ്മൾ ബോധ്യപ്പെടുത്തി തരികയും ചെയ്യും. നിങ്ങൾക്കുണ്ടായിട്ടുള്ള കഴിവുകൾ എന്തൊക്കെയാണ്? ക്ലാസ്സുള്ളവർ എഴുതാം, ഇല്ലാത്തവരിങ്ങനെ ഓർക്കാം. 1, 2, 3, 4 അല്ലേ? ഏകദേശം ഒരു 50 കഴിവ് കണ്ടെത്തിയവര് കൈവയ്ക്കാണ്. അത്രയൊന്നും കഴിവുണ്ടാവോ? ഒരു 25 കഴിവ് കണ്ടെത്തിയവര് ആരുമില്ല. കഴിവില്ലാഞ്ഞിട്ടാണോ അല്ല കണ്ടെത്താൻ കഴിവില്ലാഞ്ഞിട്ടാണോ? അത്രയൊന്നും കഴിവുണ്ടാവോ ഒരു മനുഷ്യന്? ഒരു 10 കഴിവെങ്കിലും അതില്ലാതെ ഒരു 10 കഴിവ് ഒരാളുണ്ടല്ലേ? ഒരു കഴിവില്ലാത്താണില്ലല്ലോ. അതൊരു കഴിവാണ്. ഒരു കഴിവ് നേടാതിരിക്കാന്നുണ്ടോ? എന്താണ് ഒരു കഴിവ് പറഞ്ഞിട്ട്? നിങ്ങൾക്കുള്ള ഒരു കഴിവ് പ്രസംഗിക്കാൻ കഴിയും, പാട്ട് പാടാൻ കഴിയും. പാട്ട് കൺട്രോളിൽ പാടാലല്ലേ എന്ന് പറഞ്ഞാല് കഥ എഴുതും, പഠിക്കാൻ കഴിയും. അതുകൊണ്ടാണല്ലോ സ്കോളർഷിപ്പ് തരുന്നത്. പഠിക്കാൻ, കഥ എഴുതാൻ, പാടാൻ, പ്രസംഗിക്കാൻ. ഈ പറയാത്ത എന്തെങ്കിലും ഒരു കഴിവ് പറഞ്ഞാൽ ഓടാൻ കഴിയും. സാധാരണഗതിയിൽ ഓടാൻ വിചാരിച്ചാൽ ഓടാൻ പറ്റും അല്ലേ? എന്ന് പറഞ്ഞിട്ട് ഒരു കഴിവ്. ഇതെല്ലാം അതിപ്പോ പറയാത്ത അല്ലേ? ഓക്ക് ഓടാൻ കഴിയാണ്, എനിക്ക് നടക്കാനേ കഴിയുമെന്നാ പറയും. എന്താ പറഞ്ഞിട്ട് ഒരു കഴിവ്? ഒരു കഴിവ് നീന്താൻ കഴിയും. അവർക്ക് കഴിവാ. മുങ്ങിച്ചാവില്ലാന്ന് ഉറപ്പ്. വേറെ ഒരു വ്യതിരിക്തമായ കുറച്ചുകൂടെ ഒരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കഴിവ് പറഞ്ഞിട്ട് ആരെങ്കിലും? വെറുതെ ഇരിക്കാൻ കഴിയും. അതുകൊണ്ടാണല്ലോ ഇവിടെ വന്ന് വെറുതെ ഇരിക്കുന്നത് അല്ലേ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, നിങ്ങളോട് ഞാൻ കഴിവുകൾ ചോദിച്ചപ്പോ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കണം. 50 കഴിവ് എന്ന് പറയുമ്പോൾ പലരും ആശ്ചര്യപ്പെട്ടു. 2-3 പേർക്ക് മാത്രമേ അത്ഭുതം ഇല്ലാതെ ഉള്ളൂ. അവർക്ക് സംഗതി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് ബലഹീനനായി, ദുർബലനായിട്ടാണ്. കുലിക്കൽ ഇൻസാനും ദഈഫാണ്. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ബലഹീനനായിട്ടാണ്. പക്ഷേ ആ മനുഷ്യന് പിന്നീട് അള്ളാഹു കഴിവ് നൽകുകയായിരുന്നു വിവിധ അവസരങ്ങളിലായി. നമ്മൾക്കറിയാം, പ്രസവിച്ച ഒരു കുട്ടിക്ക് ഒരൊറ്റ ഒരു കഴിവേ ഉള്ളൂ. എന്താണ്? കരയാനുള്ള കഴിവ്. എന്തിനും ആ കുട്ടി കരയാൻ ചെയ്യും. സാധാരണഗതിയിൽ കുട്ടികൾ കരയുമ്പോൾ ഉമ്മാക്ക് സന്തോഷമായിരിക്കും. എന്താ ഉണ്ടാകുക? സങ്കടം ഉണ്ടാകുക. പക്ഷെ പ്രസവിച്ച സമയത്ത് കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിലാണ്
സങ്കടം ഉണ്ടാകും. ആ കുട്ടിയുടെ ഒന്നാമത്തെ കഴിവ് പ്രസവിക്കുമ്പോൾ തന്നെ പ്രകടിപ്പിച്ചിരിക്കണം. അല്ലെങ്കിൽ ടെൻഷനായി, എന്താ കുട്ടിന്റെ കരച്ചില് കേൾക്കാത്തതാണ്. സാധാരണഗതിയിൽ അങ്ങനെയല്ലല്ലോ, എന്താ ഈ കുട്ടി കരയുന്നതാണ് പറയാം. അപ്പൊ കരയാന്നുള്ള ഒരു കഴിവ്, കുട്ടി വിശന്നാലും കരയും, വേദനിച്ചാലും കരയും, അല്ലെ, ബുദ്ധിമുട്ടിച്ചാലും ഒക്കെ കരച്ചിലേ കുട്ടി കരയുള്ളൂ, വേറൊന്നും അറിയില്ല. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കുട്ടികള് ഇപ്പൊ ചിലപ്പോ ചില കുട്ടികൾക്ക് കൊതുക് കടിക്കുമല്ലോ. കൊതുക് കടിക്കുന്ന സമയത്ത് ആ കുട്ടി എന്താവൂല, ചൊറിയോടെ അടിക്കോ ഇല്ല, മൂത്രമൊഴിച്ചാലും ഒന്ന് മാറിക്കിടക്കോ ഇല്ല. ഇതിനൊക്കെ ഒറ്റ വഴിയുള്ളൂ, കരച്ച്. നേരെ മറിച്ചൊരു ആട്ടിൻകുട്ടിയാണെങ്കിലോ കാലിന് വെള്ളമായ അങ്ങോട്ട് ചാടി അങ്ങോട്ട് മാറി, അല്ലെ, നമ്മളൊന്ന് കത്തി വെക്കട്ടെ അങ്ങോട്ട് ചാടി മാറി. പല പ്രസവിച്ച ഉടനെ തന്നെ പല കളി, രസകരമായ പല ചാടിക്കളി കളിക്കുന്നതാണ്. പക്ഷെ നമ്മുടെ കുട്ടികളെ പ്രസവിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് നിങ്ങൾ പോയി ചിരിപ്പിച്ചു നോക്കിയിട്ട്, നമ്മളെത്ര ചിരിപ്പിച്ചാലും കുട്ടി ചിരിക്കില്ല. കുറച്ച് കഴിഞ്ഞാൽ കുട്ടീൻ്റെ ഒച്ചക്ക് ഇങ്ങനെ ചിരിക്കും. നമ്മൾ ചിരിപ്പിച്ചില്ല, നേരത്തെ ചിരിപ്പിച്ച് ഇപ്പൊ ഓർത്തിട്ട് ചിരിക്കുക അല്ല, കുട്ടി വേറെന്തോ ആലോചിച്ചിരിക്കുക. കുട്ടിക്ക് നമ്മൾ ചിരിക്കുമ്പോ ആ ചിരിയെ കാണാനുള്ള ശേഷിയില്ല, കഴിയില്ല. അത് മനസ്സിലാക്കാനുള്ള കഴിവില്ല, അതിന് പകരം തിരിച്ച് ചിരിക്കാനുള്ള കഴിവില്ല. ഇങ്ങനെയൊന്നും ഇല്ലാത്തൊരു കുട്ടി, ആ കുട്ടി പിന്നീട് കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ചിരിപ്പിക്കുമ്പോൾ എന്താകുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. അപ്പൊ എന്താണ്, കുട്ടി ആ ഒരൊറ്റ സംഗതിയിൽ തന്നെ ഒരുപാട് കഴിവുകൾ നേടുന്നു. എന്താണ്, നമ്മൾ ചിരിക്കുമ്പോൾ ആ ചിരി കാണാൻ, അത് ഐഡന്റിഫൈ ചെയ്യാൻ, അതിനെ തിരിച്ച് പ്രതികരിക്കാൻ, ആ പ്രതികരണം കൃത്യമായി ചിരിയിലൂടെ തന്നെ ചെയ്യാൻ, അല്ലേ? നേരെ മറിച്ച് ആ രീതിയിൽ ഒരു കഴിവ് നേടലോടുകൂടെ, ഒരു സംഗതി നമ്മൾ കുട്ടികളിൽ കാണലോടുകൂടെ ഒരുപാട് കഴിവുകൾ കുട്ടികളിൽ ശേഖരിക്കുന്നു. കുട്ടികൾ ആദ്യം നിങ്ങള് എന്ത് സാധനം കൊണ്ടേ കൊടുത്തോ കേട്ടാ ഒന്നും ചെയ്യൂല, ചിലപ്പോ മൈൻഡ് ചെയ്യുന്നില്ല, നമുക്കെന്നെ സങ്കടം വരും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കുട്ടി എന്ത് കണ്ടാലും പിടിക്കുന്നു. സാധനം പിടിക്കാനുള്ള കഴിവ്, പിടിക്കാനുള്ള കഴിവിന് എന്ത് വേണം, വിരലുകൾ അനക്കാൻ, ആ വിരലുകൾ വളക്കാൻ വേണ്ടേ? ഇനി പിടിച്ചാൽ തന്നെ ആ പിടുത്തത്തിൽ പിടുത്തം, ആ ടൈറ്റായി നിർത്താനുള്ള കഴിവ്, ഒരുപാട് കഴിവുകൾ അതിൽ കുട്ടി നേടുക. കുറെ കഴിഞ്ഞാൽ കുട്ടി കമിഴ്ന്ന് വീഴുന്നു. അന്ന് വീട്ടിലൊരു ചർച്ചാ വിഷയം തന്നെ, ഉടനെ പോയി ഫോട്ടോ എടുക്കലൊക്കെ ആയി കുട്ടി കമിഴ്ന്നു എന്നുള്ള ഒരു ചർച്ചയാണ്. അന്ന് ഗൾഫിൽ ഫോൺ വിളിച്ചാലും ആദ്യത്തെ വർത്താനം എന്തായിരിക്കും, കുട്ടി കമിഴ്ന്നിരിക്കുന്നു, കമിഴ്ന്ന് വീണിരിക്കുന്നു. താഴേക്ക് വീഴുന്നല്ല, അവിടെ തന്നെ വീഴാം. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടി ഒരു പ്രത്യേക കഴിവ് ആർജിക്കാണ്. ഇരുന്നാൽ കുറച്ച് കഴിഞ്ഞാൽ കുട്ടി ഫ്ലാറ്റ് ആയിട്ടുണ്ടാവും. ആ കുട്ടി പക്ഷെ ഇരിക്കാൻ കഴിയലോടുകൂടെ അതൊരു വിഷയമാണ്. ഇരിക്കാൻ കുട്ടി കഴിവ് നേടിയിരിക്കുന്നു. പിന്നെ മെല്ലെ ഇഴയാനുള്ള കഴിവ് നേടി, അതോടുകൂടിയാണ് അസ്വസ്ഥതകൾ തുടങ്ങുക. സ്ഥാനം വലിച്ചിടും, അത് വലിക്കും, ഇരുന്ന് കിടക്കും. സാധാരണ ആദ്യത്തെ സമയങ്ങളിലൊക്കെ കുട്ടികളുടെ വായിൽ പാല് വെച്ചു കൊടുത്താൽ മാത്രമേ, വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രമേ കുടിക്കുള്ളൂ. തന്നെ ക്ലാസ്സിൽ എടുത്ത് കുടിക്കോ? പിന്നീട് ആ കുട്ടി ഭക്ഷണം കഴിക്കാനുള്ള കഴിവ് നേടുന്നു. പക്ഷെ ഭക്ഷണം എന്താണെന്നും പ്രശ്നമില്ല, അത് തീട്ടമായാലും മറ്റേതായാലും എന്തായാലും എടുത്ത് കുട്ടി കഴിക്കും. ഭക്ഷണം എന്താണ് കഴിക്കാനുള്ള ശേഷി, ചെറിയ സംഗതി ഒന്നല്ല. ഒരു സാധനം കാണുമ്പോൾ കുട്ടിയുടെ തലച്ചോറ് വർക്ക് ചെയ്യണം, കുട്ടിക്ക് കഴിക്കാൻ നിർദ്ദേശം കൊടുക്കണം, കൈകൾ പോകണം, അതെടുത്ത് വായിലേക്ക് കൊണ്ടുവരണം, ആ വായ അനക്കണം. ഇവിടെ ഇങ്ങനെ വെച്ചോണ്ട് കാര്യമില്ലല്ലോ, വായ തുറക്കണം, വായ കൂട്ടണം, അത് അനക്കിക്കൊണ്ടേയിരിക്കണം. ഒരുപാട് കഴിവുകൾ കുട്ടി അതിലൂടെ ചെയ്യുന്നു. പിന്നീടാണ് കുട്ടി ഭക്ഷണം തിന്നേണ്ടതും തിന്നേണ്ടാത്തതും വേർതിരിച്ചറിയാനുള്ള കഴിവ് കുട്ടികൾക്ക് ഉണ്ടാകുന്നത്, അല്ലെ? ആദ്യം തീക്കനലായാലും ചൂടായാലും ഒക്കെ കുട്ടി തൊടുന്നു. പിന്നീട് കുട്ടി ഇന്നത് തുടരുത്, അത് വേർതിരിച്ചറിയാനുള്ള ഒരു കഴിവ്. അതിന് ശരീരത്തിന്റെ തലച്ചോറിന്റെ വിവിധ ഭാഗങ്ങൾ ഒരേ സമയത്ത് പ്രവർത്തിക്കുകയാണ് കുട്ടി ചെയ്യുന്നത്. പിന്നെ നിൽക്കുന്നു, പിന്നെ നടക്കുന്നു, പിന്നെ ഓടുന്നു, പിന്നെ വായിക്കുന്നു, ചെറിയ ചെറിയ വാക്കുകൾ പറയുന്നു, അത് കൂട്ടി സെന്റൻസ് ആക്കുന്നു. പിന്നെ കുട്ടിക്ക് കുറച്ചൊക്കെ സംഗതി ഓർത്ത് പറയാൻ വേണ്ടി കഴിയുന്നു. ഇങ്ങനെ കുട്ടികൾ ആ ചെറിയ സമയത്ത് ആർജിച്ച കഴിവുകൾ തന്നെ എഴുതിയാൽ 50 ഉണ്ടാവുള്ളൂ അല്ല. അന്ന് മുതൽ ഇന്ന് വരെ 10-17 വർഷങ്ങൾ കൊണ്ട് നമ്മൾക്ക് ഉണ്ടായിട്ടുള്ള കഴിവുകൾ എണ്ണാന്നെന്നാലോ എത്ര ഉണ്ടാവും? എത്ര സമയം കൊണ്ട് എഴുതി തീർക്കാൻ വേണ്ടി പറ്റും? കഴിയോ? എന്ന് വെച്ചാൽ നമുക്കൊരിക്കലും എഴുതി തീർക്കാൻ പറ്റാത്ത കഴിവുകൾ നമുക്കുണ്ട്. ഇപ്പൊ മനസ്സിലായില്ലേ കഴിവുകൾ എന്താ?
ഈ കഴിവുകൾ ആര് തന്നതാ? ആര് തന്നതാ? അള്ളാഹു തന്നതാണ്. ഉറപ്പനല്ലേ? വേറെ അടുത്ത് വാങ്ങിയതാ? പക്ഷെ പലപ്പോഴും നമ്മൾ എന്താ പറയല്, അതെങ്ങനെ എനിക്ക് സാധിച്ചു? അതെന്റെ കഴിവ് കൊണ്ട് ഞാൻ നേടുക ഇല്ലേ? എന്റെ കഴിവ് കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ്. അതാണ് എന്റെ കഴിവ്, അതാണ് എന്റെ കഴിവ് എന്ന് ഇങ്ങനെ ഇങ്ങനെ പറയാറുണ്ട്. സത്യത്തിൽ ഈ കഴിവ് നമ്മളൊന്നും ചോദിക്കാതെ, നമ്മളൊന്നും അർഹിക്കാതെ എന്തെങ്കിലും ഒന്ന് ചെയ്തതിന്റെ പ്രതിഫലമായി തന്നതാണോ? അല്ല. അള്ളാഹു വെറുതെ തന്നിരിക്കുക നമുക്ക്. ഈ ഓരോ എണ്ണമറ്റ കഴിവുകൾ നമ്മൾ പോലും വിചാരിക്കാതെ, നമുക്ക് പോലും ചിന്തിച്ചാൽ എണ്ണം കിട്ടാതെ അത്രമാത്രം കഴിവുകൾ അള്ളാഹു നമുക്ക് വെറുതെ തന്നിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഓരോ സംഗതി എടുത്ത് പരിശോധിച്ച് നോക്കിയാട്ടെ. വിവിധ മേഖലകളിൽ നമുക്ക് കഴിവുകൾ നമ്മൾ ആർജിച്ചിരിക്കുന്നു. ഈ കഴിവുകള് നമുക്ക് ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ നേട്ടങ്ങളെ കുറിച്ച് നിങ്ങൾ ഓർത്ത് നോക്കൂ. കഴിയുന്ന ഒരു കുട്ടി പാട്ടിൽ ഫസ്റ്റ് റാങ്ക്, ഫസ്റ്റ് പ്രൈസ് നേടുന്നു. എന്താണ്? പഠിക്കാൻ കഴിവുള്ള കുട്ടി. പഠിക്കാൻ എന്നാൽ വായിക്കണം, വായിച്ചത് മനസ്സിലാക്കണം, മനസ്സിലാക്കിയത് ഓർക്കണം, അത് അവിടെ എഴുതണം, അത് കൃത്യമായിരിക്കണം, അത് വേർതിരിച്ച് കഴിയാൻ സാധിക്കേണ്ടതുണ്ട്. ഇതിലൊക്കെ കഴിയുന്ന ഒരു കുട്ടി അത് റാങ്ക് വാങ്ങുന്നു. ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെ നേടിയിട്ടുള്ള നേട്ടങ്ങൾ, എല്ലാവരും നേടിയ ഒരു നേട്ടമാണ് SSLC പാസ്സായി എന്നുള്ളത്. അതല്ലാത്ത നിങ്ങൾ നേടിയിട്ടുള്ള മറ്റു നേട്ടങ്ങളെ കുറിച്ച് നോക്കുക. അത് കായിക മേഖലയിലാവാം, മറ്റു മേഖലകളിലാവാം, കോമ്പറ്റീഷനുകളിലാവാം. ഒന്ന് ഓർത്ത് നോക്കിയാണ്. നേട്ടങ്ങളില്ലേ? കുറേ നേട്ടങ്ങൾ നേടിയിട്ടില്ലേ? ഒന്ന് പറഞ്ഞേ. ഹയർ സെക്കൻഡറി ജില്ലാ കലോത്സവത്തിൽ പ്രസംഗത്തിൽ ഫസ്റ്റ്. എവിടെയാണ്? ജില്ലയിലും സ്റ്റേറ്റ്. ഏത് തരത്തില? മലപ്പുറം ഡിസ്ട്രിക്ട് തലത്തിൽ ഫസ്റ്റ് ആണ്. നല്ല ഭാവിയുണ്ട്, ഡെവലപ്പ് ചെയ്യാൻ. എന്ന് വെച്ചാൽ ആ പ്രസംഗിക്കാനുള്ള കഴിവ്. പ്രസംഗിക്കാൻ തന്നെ വിഷയം അപ്പോഴാ തരിക അല്ലെ? തൊട്ട് മുമ്പ് വിഷയം തരുന്നു, ആ പോയിന്റ് ഉണ്ടാക്കണം, ആ പോയിന്റ് തന്നെ ഉരുട്ടി ഷോർട്ട് ചെയ്യണം. 5-10 മിനിറ്റ് ഉണ്ടാവുള്ളൂ, 5 മിനിറ്റ് ഉണ്ടാവുള്ളൂ. ആ പോയിന്റുകൾ കൃത്യമായി ഒന്നും വിടാതെ വേർതിരിച്ച്, അതിനിടയ്ക്ക് കൈ വനക്കണം, കാല് വനക്കണം, തടി വനക്കണം, ഇതൊക്കെ ചെയ്യണ്ടേ? ഈ കഴിവ് ഉപയോഗിച്ചു ഫസ്റ്റ്. അനദർ വൺ, പാട്ട് പാടിയിട്ട് ഫസ്റ്റ് നേടിയിട്ടു അല്ലേ? എല്ലാവർക്കും പാടാൻ പറ്റും, പക്ഷെ പാടിയ ചിലപ്പോൾ സദസ്സിലാണ്. ആ പാട്ട് അതിന്റെ മധുര രാഗത്തോടുകൂടെ, സ്വരരീതിയോടുകൂടെ, നല്ല മധുരമായ രാഗമാണ്, സൗണ്ടാണ്. പക്ഷെ രീതി തെറ്റിയാ പോയില്ലേ? സദസ്സ് ഇളകൂലേ? പ്രൊഫഷണൽ പരിപാടിയാണെങ്കിൽ കല്ലുകൾക്ക് സ്റ്റേജിൽ സ്ഥാനം ഉണ്ടാകുന്നതാണ്. ഈ അവസ്ഥയിൽ പാട്ട് പാടി ഫസ്റ്റ് നേടും. കഴിയും. എന്തെങ്കിലും +1. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ജീവിതത്തിൽ വിവിധ അവസരങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ നേട്ടങ്ങൾ കൊയ്യാത്തവരില്ല. പക്ഷേ ഈ നേട്ടങ്ങള് നമ്മൾ നേടിയിട്ടുള്ളത് എന്തുപയോഗിച്ചിട്ടാണ്? കഴിവുകൾ ഉപയോഗിച്ചിട്ടാണ് നേട്ടങ്ങൾ നേടിയിട്ടുള്ളത്. ആര് തന്ന കഴിവ്? പാവം ഇങ്ങനെ ഡെയിലി തന്നതാ? അല്ല, ആ പാവങ്ങൾ അശക്തരാണ്. ശരി, ആര് തന്നതാ? അള്ളാഹു തന്നത്. ബോൺവിറ്റയും അതുപോലെ തന്നെ ബൂസ്റ്റ് കുടിച്ച് കിട്ടിയതാ? ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി കിട്ടിയതാ? അല്ല, അള്ളാഹു നമുക്ക് തന്ന കഴിവ് ഉപയോഗിച്ച് നമ്മൾ നേടിയിട്ടുള്ള നേട്ടങ്ങളാണ്. പക്ഷേ ഞാൻ ആത്മാർത്ഥമായൊരു ചോദ്യം ചോദിച്ചോട്ടെ. നമ്മളെ കഴിവ് ഉപയോഗിച്ച് എപ്പോഴെങ്കിലും നമ്മൾ നേട്ടങ്ങൾ നേടുമ്പോ ആ സമയത്ത് അള്ളാഹു നമുക്ക് ഓർക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ? ഞാനൊരു പാട്ട് പാടാനുള്ള എൻ്റെ മധുരരാഗവും അതിൻ്റെ സ്വരരീതിയും പാട്ടിന്റെ ശൈലി ഉപയോഗിച്ച് ഞാൻ ഫസ്റ്റ് നേടിക്കഴിഞ്ഞപ്പോ ആ പാട്ട് പാടി മൈക്കിലൂടെ എനിക്ക് ഫസ്റ്റ് ആണെന്ന് കേൾക്കുമ്പോ ഇത് എന്റേതല്ല, അള്ളാഹുവെ നീ തന്ന കഴിവ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നേടിയ നേട്ടമാണ് എന്ന് തോന്നി അള്ളാഹുവിനോട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലെങ്കിൽ ഒരു നല്ല ഒരു നല്ല കഷ്ടപ്പെട്ട് പഠിച്ച് എൻ്റെ എല്ലാവിധ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എനിക്കൊരു റാങ്ക് കിട്ടി, ഫസ്റ്റ് കിട്ടി എന്നറിയുമ്പോ, ഡിസ്റ്റിങ്ഷൻ കിട്ടി എന്നറിയുമ്പോ
അള്ളാഹുവിനോട് ഉളൂ ചെയ്ത് 2 റക്അത്ത് ശുക്രിന്റെ നിസ്കാരം അല്ലോ, നന്ദി അള്ളാഹുവെ, സുജൂദിലേക്ക് നമ്മൾ വീണു പോവുകയാണ് ഉണ്ടായിട്ടുണ്ട്. അല്ല പാട്ടുപാടി കഴിഞ്ഞാൽ എന്റെ മധുരസ്വരം കൊണ്ട് ഞാൻ നേടിയത് അല്ല, പിന്നെ നടത്തത്തിന് എന്നെ നിലത്ത് മുട്ടിക്കൊള്ളണമെന്നില്ല, ഒരു സ്റ്റൈലേ. പലപ്പോഴും നേട്ടങ്ങൾ ഇത്തരത്തിലുള്ളത് നേടുമ്പോ അറിയാതെ നമ്മളെ മനസ്സിൽ ഒരു ഞാൻ നേടിയതാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ കുറ്റപ്പെടുത്തുകയല്ല, നമ്മളൊരു അങ്ങനെയുള്ള സാഹചര്യത്തിൽ ജീവിക്കുന്നു. അങ്ങനെ തന്നെയല്ലേ പലപ്പോഴും വന്നു പോകുന്നത്. അതല്ലാതെ പടച്ചോനെ നീ തന്ന നേട്ടാണല്ലോ. ഇപ്പൊ ഞാനിവിടെ സംസാരിക്കുന്നു, ഈ സംസാരിക്കുന്ന ഈ സൗണ്ടിന്, ഈ ആംപ്ലിഫയറിൽ ചെറിയൊരു കംപ്ലൈന്റ് വരുത്തി വെച്ചാൽ ഞാനെന്ന കഥാപാത്രം ഇവിടെ അവസാനിച്ചില്ലേ, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ സംസാരിക്കുന്നത് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല, ഞാൻ ഔട്ടാണ്. ഈ സ്റ്റേജിൽ നിന്ന് ഞാൻ ഔട്ടാണ്. വേറെ എന്തെങ്കിലും പണിക്ക് പറ്റിയേക്കാം. ഇവിടെ എന്ത് വാക്കും എങ്ങനെ ഞാൻ ഉരുവിടുന്നെങ്കിലും ഏത് രീതി പറയുന്നത് അള്ളാഹു തന്ന കഴിവ് കൊണ്ട് മാത്രമാണ്, എന്റെ ക്രെഡിറ്റ് അല്ല. പക്ഷെ പലപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ കിട്ടുമ്പോ എന്താ തോന്നല്? അതാരതാ അത് എന്റെതാ, അത് എന്താ കഴിവാണ്, എന്റെ കഴിവാണ്, പറ്റും കഴിവുണ്ടാക്കി നേടിക്കോളൂ. ഈ ഒരു ചിന്ത ഒരു അഹങ്കാരത്തിന്റെ, അഹന്തയുടെ മിക്സ് ആയിട്ടുള്ള ഒരു ചിന്ത അറിയാതെ നമ്മുടെ ഈ ദുർബല മനസ്സുകളിൽ പിടിപെടാറില്ലേ? ശരിയല്ലേ? ശരിയല്ലേ? തന്നു, പിന്നെ വിവിധ കഴിവുകൾ തന്നു. പൂർണ്ണ ആരോഗ്യം ഉണ്ടാക്കുള്ളവരൊക്കെ നമ്മളെ മാറ്റി. പൂർണ്ണമായെന്ന് വെച്ചാൽ ഒരുപാട് കഴിവുകൾ, അവയവങ്ങൾ തന്നു, ബുദ്ധി തന്നു. ബുദ്ധി എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, നമ്മുടെ ബുദ്ധിയുടെ, നമ്മുടെ മനസ്സിന്റെ സമനില തെറ്റാൻ വലിയ മാറ്റമൊന്നും വേണ്ട. ചെറിയ ഒരു 0.005 തന്നെ സമനില തെറ്റില്ല, ഓവറായാലും പ്രശ്നമാണ്. അതൊക്കെ കൃത്യമാക്കി സംവിധാനിച്ച് അള്ളാഹു നമ്മളെ ഈ രീതിയിലേക്ക് എത്തിച്ചു തന്നു. ഇതൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോ, ഇത് ഓർത്തുകൊണ്ട് നമ്മൾ ഫാത്തിഹ ഓതുമ്പോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അറിയാതെ മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ ചൊല്ലൂലേ, ലോകരക്ഷിതാവായ അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. ഇത് അറിഞ്ഞ് ഇത് മനസ്സിൽ കൊണ്ട് നമുക്ക് ചൊല്ലാൻ വേണ്ടി പറ്റും. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളൊക്കെ എല്ലാവരും പൂർണ്ണ സംതൃപ്തരാണ്. ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടും നമ്മൾ സംതൃപ്തരാണ്. സത്യം പറ, പൂർണ്ണമായും നമ്മൾ സംതൃപ്തരാണോ? ആണോ? ഇപ്പോഴും മുഖം പലതൊന്നും ക്ലിയർ അല്ല. എങ്ങനെ സംതൃപ്തിയാണ്? എന്റെ സൗന്ദര്യത്തെക്കാൾ എത്രയോ നല്ല സൗന്ദര്യം നോക്കിയിട്ട് പോക്ക് അള്ളാഹു എല്ലാം പാരി അവിടെ കൊടുത്തു. ഇതിൽ ടെൻഷൻ അടിക്കുന്ന എത്രയോ ആൾക്കാർ. അവന്റെ മസിൽ നോക്കിയിട്ട് എന്താ ഉഷാറി, എന്റെ മസിലില്ല, ഒരു ബോഡി ഷേപ്പ് പോലല്ലേ. ഡെയിലി മസിൽ നോക്കി സങ്കടപ്പെടുന്ന ആൾക്കാർ ഇല്ലേ? ഹെയർ സ്റ്റൈൽ നോക്കിയിട്ട് അതെന്തോ ഒരു ഹെയർ സ്റ്റൈൽ, വലാക്കിന്റെ ഇങ്ങനെ പന്നിന്റെ മുള്ളു പോലെ ഇങ്ങനെ പൊന്തിക്കുന്നത് എന്ന് ഓർത്തിട്ട് ടെൻഷൻ അടിക്കുന്ന ആൾക്കാർ. പിന്നെ ടി വി ഒക്കെ കൃത്യമായി ന്യൂസുകളൊക്കെ കാണുന്നതാണ്, പറയണ്ട. ന്യൂസിനിടയിൽ എന്തുണ്ടാവും? പരസ്യം ഉണ്ടാവും. പരസ്യത്തിൽ എന്തുണ്ടാവും? മകളെ നിന്റെ മുഖത്ത് അടയാളമോ, നിനക്കെന്ത് സൗന്ദര്യം? സൗന്ദര്യമില്ലേ? പിന്നെ ചിക്കൻ ബിരിയാണി കഴിക്കുമ്പോഴും ഐസ്ക്രീം കഴിക്കുമ്പോഴും ടേസ്റ്റ് ഇല്ല. കാരണം എന്താ? മുഖത്ത് 2 അടയാളമുണ്ടല്ലോ. അത് പോകാതെ സൗന്ദര്യം. മോളെ ടെൻഷൻ അടിക്കണ്ട, വയലൊരു വയലത്തെറ്റോളും വയലത്തേക്ക്. ഇങ്ങനെ മനസ്സിനെ നമ്മൾ ഇങ്ങനെ പലപ്പോഴായി ഒരു വല്ലാത്തൊരു അസ്വസ്ഥത വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് സന്തോഷമില്ല. പൂർണ്ണനായി ഞാൻ സംതൃപ്തനാണ് എന്ന് പറയാൻ കഴിയുന്നില്ല. അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സുന്ദരി മുമ്പിൽ വന്ന് പെട്ടത്. പടച്ചോനെ അതൊന്നും പോലെ അടിപൊളി ഒരു ജ്വല്ലറി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ആഭരണങ്ങളൊക്കെ പോയി. ആഭരണങ്ങളൊക്കെ നോക്കിയാൽ ഒരു കമ്മല് പോലെ മുക്കിൻ്റെതാ, ഇത് കുപ്പിയുടേതാ. ഇല്ലല്ലോ, ഇവിടെ നിന്ന് വന്നതാ, മലാഖ് ഇറക്കിയതാണോ? ഇങ്ങനെ നമ്മൾ മറ്റുള്ളതിനെ ഓർത്ത് പലപ്പോഴും ടെൻഷൻ അടിച്ചു കൊണ്ടേയിരിക്കുന്നു ഇല്ലേ? ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കാണ്. 1ാമത്തെ ബസ് പോയി, കാരണം കയ്യിൽ പുസ്തകം നിർത്തൂല. 2ാമത്തെ ബസ്സും പോയി. അപ്പോഴാണ് നമ്മളെ കൂടെ പഠിക്കുന്നവൾ ഒരു കാറിൽ ഇങ്ങനെ പോവാ, ഉപ്പാന്റെ കൂടെ. നമ്മൾ പോയിക്ക പഠിച്ചാലെല്ലാം കൂടി നിനക്കല്ലേ തന്നത്, നമുക്കൊന്നും തന്നില്ലല്ലോ. നമുക്കൊരു അസ്വസ്ഥത. അടുത്ത ബസ് നിർത്തി നമ്മൾ കയറി പോയി. കുറച്ചങ്ങോട്ട് പോകുമ്പോ കാറുണ്ടാവും, എവിടെയെങ്കിലും വെച്ച് കുത്തിയിട്ട് കാണാം. അങ്ങനെ വേണം, എല്ലാവരും ഒരുപോലെ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ഒരു മാനസികാവസ്ഥ.
ആലോചിച്ചോക്കിയാട്ടെ. ഓർത്തിട്ടാണല്ലോ പലപ്പോഴും നമ്മൾ ചിരിക്കുക പലതും നമ്മുടെ ജീവിതത്തിലെ പല സംഗതികളും ഇതറിയാതെ വന്നു പോകും. നമുക്കൊരു വീടുണ്ട്. വീട് എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റിന്റെ വീടാണ്. ചെറിയ കോൺക്രീറ്റിന്റെ 1-2 മുറിയുള്ള ചെറിയ വീടൊക്കെ തന്നെയാണ്. പക്ഷേ രാവിലെ പുറത്തിറങ്ങിയപ്പോൾ ടെൻഷൻ തുടങ്ങി. കാരണം അപ്പുറത്തെ വീട് വമ്പിച്ച മാളികയാണ്, മേലെ പോലും സുന്ദരമായ ഗാർഡനാണ്. അതിങ്ങനെ കാണുമ്പോൾ അള്ളാഹു എല്ലാം വാരിക്കോരി അവിടെയാണല്ലോ കൊടുത്തത്. നമ്മളെ വീടൊക്കെ ഉണ്ട്, സിമെന്റ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും മര്യാദക്ക് പെയിന്റ് പോലും വെച്ചിട്ട് മേലെ പോയിട്ട് താഴെ പോലും മര്യാദക്ക് സൗകര്യങ്ങളില്ലല്ലോ. എന്തൊരവസ്ഥയാണ് നമ്മുടെ മനസ്സിൽ. അപ്പോഴായിരിക്കും ഉപ്പ ഇങ്ങനെ കയറി വരിക, ഈ കാക്കാക്ക് വല്ലതും പറ്റുമോ, ആ കാക്കാനെ പോലെ ആവണ്ടയോ. അവിടെയും നമുക്കൊരു അസ്വസ്ഥത. ഇങ്ങനെ വിവിധങ്ങളായ സമയങ്ങളിൽ വ്യത്യസ്തങ്ങളായ വേഷവിധാനത്തിലാവട്ടെ, ആഭരണങ്ങളിലാവട്ടെ, സൗകര്യങ്ങളിലാവട്ടെ, പഠനങ്ങളിലാവട്ടെ, നേട്ടങ്ങളിലാവട്ടെ, നമുക്ക് പലപ്പോഴും അസ്വസ്ഥത അനുഭവപ്പെടുന്നു. ഇല്ലേ 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 ഉണ്ട്. ഈ അസ്വസ്ഥത എന്തുകൊണ്ടാണ് അനുഭവപ്പെടുന്നത്? അവിടെയാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്ക് വളരെ അന്വർത്ഥമാണ്. ഉൻദുറൂ ഇലാ മൻ അസ്ഫല മിൻകും വലാ തൻദുറൂ ഇലാ മൻ ഫൗകക്കും വഹുവ അജ്ദറു അല്ലാ തസ്ദറൂ നിഅമത്തല്ലാഹി അലൈക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ നിങ്ങളുടെ താഴേക്കിടയിലേക്ക് നോക്കുക, നിങ്ങളുടെ മുകളിലേക്ക് നിങ്ങൾ നോക്കരുത്. വഹുവ അജ്ദറു അല്ലാ തസ്ദറൂ നിഅമത്തല്ലാഹി അലൈക്കും. അതായിരിക്കും അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹം നിങ്ങൾക്ക് കുറഞ്ഞു കാണാതിരിക്കാൻ, ചെറുതായി കാണാതിരിക്കാൻ നിങ്ങൾക്ക് നല്ലത്. പലപ്പോഴും നമ്മുടെ നോട്ടം മേലോട്ടാണ്, ആരെങ്കിലും താഴെ ഭാഗത്തേക്ക് നോക്കി. ഇന്ന് രാവിലെയും കോഴിക്കോട് ടൗണിലൂടെ നിങ്ങളെപ്പോലെ 17ഉം 18ഉം വയസ്സായിട്ടുള്ള, പഠിക്കാനും ആഘോഷിക്കാനും ആനന്ദിക്കാനും പാപ്പയുടെയും ഉമ്മയുടെയും കൂടെ നടക്കാനും ഒക്കെ താല്പര്യമുള്ള, കഴിവുള്ള, അതിനൊക്കെ യോഗ്യതയായ കുട്ടികൾ ഒരു കയ്യിൽ ഒരു ചാക്കുമായി, ഒരു പ്ലാസ്റ്റിക് കവറുമായി ആ റോഡിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. മുടി ഇങ്ങനെ പാറുകയാണ്. വസ്ത്രത്തിന് വൃത്തിയില്ല, അതുകൊണ്ട് തന്നെ കമന്റ് അടിക്കാനൊന്നും ആരും തരുന്നില്ല, ബാക്കിലൊന്നും ആരും കൂടുന്നില്ല. അഴുകിയ വസ്ത്രവുമായി, പാറുന്ന മുടികളുമായി, ഒരു ചാക്കുമായി പെൺകുട്ടികൾ നടക്കുന്നു. ഇന്ന് രാവിലെയും കോഴിക്കോട് നാടുകളിൽ നടന്നിട്ടുണ്ട്. നമ്മൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്ന് നോക്കൂ മക്കളെ. നമ്മളെ പോലെയുള്ള ചെറുക്കന്മാര് പഠിക്കാനും ആഘോഷിക്കാനും ആനന്ദിക്കാനും തുള്ളിച്ചാടാനും ആഹ്ലാദിക്കാനും അർഹതയും യോഗ്യതയും കഴിവുമുള്ളവർ. നോക്കൂ, നിങ്ങൾ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് പോയിട്ട് മേലെന്ന് സൂര്യൻ നട്ടുച്ചക്ക് പോലും എരിവരി കൊള്ളുമ്പോ, വിയർപ്പിങ്ങനെ ഒലിച്ച് ഒഴുകുമ്പോ ഫാനിന്റെ താഴെ ഇരുന്നിട്ട് പോലും നമുക്ക് അസ്വസ്ഥതയാണ്. അത് നേരെ സൂര്യന്റെ ചോട്ടില് വിയർപ്പിങ്ങനെ ഒഴുകി അസ്വസ്ഥരാകുമ്പോൾ പോലും ഈ ഒരു ചാൺ വയറിന് വേണ്ടി എരിപൊരി കൊള്ളുന്ന ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ. ഒന്ന് നോക്കൂ നിങ്ങൾ ചിന്തിച്ചു. രാവിലെ എഴുന്നേറ്റ് വീടിന്റെ പുറത്തേക്ക് ചെല്ലുമ്പോ ഇത്തരത്തിലെ ഏതെങ്കിലും ഒരു പെണ്ണ്, ഒരു പീറച്ചെറുക്കൻ ഒരു സഞ്ചിയുമായി വീടിന്റെ പിൻഭാഗത്തേക്ക് പ്രവേശിച്ചാൽ തന്നെ നമ്മുടെ സ്വരന്മാരില്ലേ ഓടി, രാവിലെ തന്നെ വന്നിരിക്കുന്നു ഓരോ സാധനങ്ങൾ ആട്ടി ഓടിച്ചില്ലേ? എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, അല്ലാഹുവേ നീ എത്ര അനുഗ്രഹിച്ചത്, ഞാൻ എത്ര സൗഭാഗ്യവതിയാണ്. ഈ പാവം പെണ്ണ് ഇന്ന് രാവിലെ പോലും ഒരു നേരം വെളുത്ത് മനസ്സമാധാനത്തിൽ കിടക്കാൻ പോലും കഴിയാതെ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി, ഒരു ചാൻ വയറിന് വേണ്ടി ആൾക്കാരുടെ തെണ്ടി എന്ന് വിളി കേൾക്കേണ്ടി വരുന്ന, ആട്ടി ഓടിക്കപ്പെടുന്ന പെണ്ണായി മാറി. ഞാനായിരുന്നുവെങ്കിൽ അവൾക്ക് പകരം, ആ പീറച്ചെറുക്കന് പകരം ഞാൻ ആയിരുന്നുവെങ്കിൽ എന്നൊന്ന് സങ്കല്പിച്ചാൽ മനസ്സിലാകും അല്ലാഹു ചെയ്ത അനുഗ്രഹം എന്താണ്. നമ്മൾ നോക്കാറില്ല, പിന്നെ സമയം കിട്ടാറില്ല, അല്ലെങ്കിൽ അപ്പൊ നമ്മളെ ചിന്ത പ്രവർത്തിക്കാറില്ല. നമ്മളെ നോട്ടം മുഴുവനും മേലോട്ടേക്കാണ്. നിങ്ങൾക്ക് സ്കൂളിൽ പോകാൻ, ഉല്ലസിക്കാൻ, പഠിക്കാൻ, SSLC പാസ്സാവാനുള്ള അവസരം കിട്ടി. അത് കിട്ടാത്ത എത്ര ഹതഭാഗ്യമാണ്. ഞാൻ കാസർഗോഡ് PGക്ക് പഠിക്കുമ്പോൾ എൻ്റെ റൂമിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു കുട്ടി, ഞാൻ ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലിലെ ചായ ഉണ്ടാക്കുന്ന പയ്യൻ, അവരോട് ഞാൻ എന്താ മോനെ പഠിക്കാതിരുന്നു? ഞാൻ കഴിഞ്ഞ വർഷം വരെ സ്കൂളിൽ പോയ സ്ഥലം. ഞാൻ എത്രാം ക്ലാസ്സിൽ? ഞാൻ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. എൻ്റെ പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. ഞാൻ സാമ്പത്തിക സഹായം ചെയ്താൽ പോകും. എൻ്റെ ഉമ്മയും ഉപ്പയും
രോഗികളാണ്. എനിക്ക് ഇത് കഴിഞ്ഞ് ബാക്കി കിട്ടുന്ന സമയത്തൊക്കെ അവരെ ശുശ്രൂഷിക്കാനും പോകണം, അവർക്ക് മരുന്നും വാങ്ങി കൊടുക്കേണ്ടത്, എല്ലാം കൂടി നടക്കുന്നില്ല. ഞാൻ അവന്റെ പഠനത്തിലുള്ള താല്പര്യവും കഴിവും അറിയാൻ ഞാൻ ചോദിച്ചു, മോനെ കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സില് ഹാഫ് എക്സാമിനേഷന് ഇംഗ്ലീഷിൽ എത്ര മാർക്ക്? അവൻ പറഞ്ഞു എനിക്ക് 37 മാർക്ക്. സംശയം കൊണ്ട് ഞാൻ ചോദിച്ചു, മോനെ 100-ലാണോ 50-ലാണോ? അവൻ 50-ൽ 37 മാർക്ക് വാങ്ങിയ കുട്ടി, പഠിക്കാൻ നല്ല കഴിവുള്ള പയ്യൻ, താല്പര്യമുള്ള പയ്യൻ, യോഗ്യനായ പയ്യൻ. ഉമ്മയും ഉപ്പയും ബെഡിൽ കിടന്ന് കരയുന്നു, നരകിക്കുന്നു എന്ന ഒരൊറ്റ കാരണത്താൽ, അവയെ തട്ടിത്തെറിപ്പിക്കാൻ മൈൻഡ് ചെയ്യാതിരിക്കാം, പക്ഷെ അവരെ മൈൻഡ് ചെയ്തു ഒരൊറ്റ കാരണത്താൽ ആ പാവം പട്ടിണി അകറ്റാനും മരുന്നിനും വേണ്ടി രാവിലെ പുലർച്ചെ 4 മണി മുതൽ ഉച്ചക്ക് 12 മണി വരെ, വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ ചായ ഉണ്ടാക്കുന്ന സമാവരന്റെ മുമ്പിൽ ഇങ്ങനെ എരിപിരി കൊള്ളുന്ന ഒരു അവസ്ഥ ഓർത്തപ്പോ അള്ളാഹുവിനെ അറിയാതെ സ്തുതിച്ചു, അള്ളാഹുവെ ഞങ്ങളെയൊക്കെ നീ കാത്തിരച്ചു. ഞാനായിരുന്നു ആ കുട്ടിയുടെ സ്ഥാനം, നമ്മളൊക്കെ ആയിരുന്നു എന്തായിരുന്നു. അള്ളാഹു അവിടെയൊക്കെ നമ്മള് അനുഗ്രഹിച്ചിട്ടുണ്ട്. അനുഗ്രഹങ്ങൾ ഇങ്ങനെ വാരി കോരി ചൊരിഞ്ഞു തന്നിട്ടുണ്ട്. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ വിചാരിച്ചത്? തൊലി വെളുപ്പല്ല. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഷേപ്പല്ല, നമ്മുടെ മനസ്സിൽ നിന്നും പുറത്തേക്ക് വരുന്ന സ്വഭാവ രീതികളാണ്. അതാണ് മറ്റുള്ളവർ ആകർഷിക്കേണ്ടത്. ആ സ്വഭാവ രീതികൾ പ്രകടിപ്പിക്കാനുള്ള സുന്ദരമായ ഒരു സാഹചര്യവും അവസ്ഥയും അല്ലാഹു നമുക്ക് തന്നിരിക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്കട്ടെ, അവയവങ്ങളുടെ ഇല്ലായ്മ കൊണ്ടുണ്ടാകുന്ന അപകടം എന്താ? എനിക്ക് സംസാരിക്കാനുള്ള ശേഷിയില്ല. ഞങ്ങള് മഞ്ചേരിയിൽ ഗുഡ് ഹോപ്പ് സ്കൂൾ നടത്തുന്നുണ്ട് ഈ സംസാരിക്കാൻ കഴിയാത്ത കുട്ടികൾക്ക്. അവിടെ ഞങ്ങളൊരു സംഗമം വെച്ചു, യുവതി യുവാക്കളുടെ സംസാരിക്കാൻ കഴിയാത്ത. സങ്കടം തോന്നാണ്. 10-70ഓളം യുവതി യുവാക്കൾ പങ്കെടുത്തു. ഇവര് പരസ്പരം ആശയം കൈമാറുന്നത് കണ്ടപ്പോ അല്ലാതെ മനസ്സിന് വിഷമം തോന്നാൻ. ഒരാളോട് എന്താണ് പേര് ചോദിക്കാൻ പറ്റുന്നില്ല, ഒരു സംഗതി പറയാൻ പറ്റുന്നില്ല, അസ്വസ്ഥത കാണുക. അവര് പരസ്പരം കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് എന്ത് പറയാനാ, എങ്ങനെ ചർച്ച ചെയ്യാനാ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു സാഹചര്യം ഓർക്കുമ്പോഴാണ്, പഠിച്ചോനെ ഒരാളോട് പോയിട്ട് ഒന്ന് പെണ്ണുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റിയല്ലോ. ഒരു ആക്ഷനിൽ ഒന്നുമില്ലാതെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുന്നുണ്ടല്ലോ. ഒരു തെറ്റ് പറ്റി എന്താണെന്ന് ചോദിക്കുമ്പോ അത് ഇങ്ങനെയാണെന്ന് പറയാനൊക്കെ സാധിക്കുന്നുണ്ടല്ലോ. ഈ പാവം എങ്ങനെ ഇത് ബോധ്യപ്പെടുത്തും? അങ്ങനെയുള്ളവർ സംസാരിക്കുന്നത് കാണുമ്പോ നമുക്ക് ചിരി വരാറുണ്ട്. പക്ഷെ ഓർക്കേണ്ടത്, ചിരിക്കുന്നതിന് പകരം നമ്മൾ ആലോചിക്കേണ്ടത് ഉടനെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കുക. എനിക്ക് ഈ സംസാര ശേഷി തന്നത് കൊണ്ടല്ലേ ഞാനിങ്ങനെ പാടുന്നത്, ഞാനിങ്ങനെ പറയുന്നത്, ഞാനിങ്ങനെ എഴുതുന്നത്. അതുപോലെ നമ്മുടെ ശരീരാവയവങ്ങളുടെ ഓരോ സംഗതികളിലും അത്ഭുതകരമായ ഒരു നിലനിൽപ്പ്, അനുഗ്രഹത്തിന്റെ ഒരു കൂമ്പാരം നമുക്ക് വന്നിരിക്കുന്നു. 2 കണ്ണുകളെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. 2 കണ്ണുകളെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ഈ കണ്ണില്ലായിരുന്നുവെങ്കിൽ എന്താണ് നമ്മുടെ അവസ്ഥ? മനുഷ്യരാണ്, പക്ഷെ മനുഷ്യന്റെ പൂർണ്ണരൂപം നമുക്കറിയില്ല. നിങ്ങളുടെ ഒരു കമ്പ്യൂട്ടർ എങ്ങനെയായിരിക്കും പറയാൻ പറ്റുന്നത്? എന്തുകൊണ്ടാ? കമ്പ്യൂട്ടർ നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത് കൊണ്ടല്ലേ. കാണാത്ത കമ്പ്യൂട്ടറെ കുറിച്ച് പറയാൻ പറ്റുമോ? പറയാൻ കഴിയില്ല. നിങ്ങള് ഒരു ടെക്സ്റ്റൈൽസിൽ പോയാൽ, മറ്റു സ്ഥലത്ത് പോയാൽ കളറുകൾ തിരഞ്ഞെടുക്കുന്നതിന് ഇങ്ങനെ സമയം കളയുന്നു, കണ്ണുള്ളത് കൊണ്ട്. അല്ലെങ്കിൽ എന്ത് കളർ, എന്ത് കറുപ്പ്, എന്ത് വെളുപ്പ്, എന്ത് നിറം, എന്ത് സൗന്ദര്യം. ഒരു റോസാപ്പൂവിന്റെ സൗന്ദര്യം കാണാൻ എങ്ങനെ സാധിക്കുന്നു? എന്തിനേറെ നമ്മ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും, എന്ത് വിഷമമുണ്ടെങ്കിലും, ഒരു കൊച്ചു കുട്ടി നമ്മളടുത്ത് വന്ന് നിന്ന് പുഞ്ചിരിച്ച് തമാശ പറയുമ്പോ, കളിക്കുമ്പോ നമ്മുടെ മനസ്സിൽ അറിയാതെ ഒരു സന്തോഷം ഉണ്ടാവാറില്ലേ? നേരെ മറിച്ച് സ്വന്തം രക്തത്തിൽ പിറന്ന കുട്ടിയുടെ മുഖത്തുള്ള പുഞ്ചിരി പോലും കാണാൻ കഴിയാത്തവർ ഉള്ളപ്പോ അള്ളാഹു നമ്മളെ കണ്ണു തന്ന് അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ അനുഗ്രഹത്തിന് മാത്രം അള്ളാഹുവിനോട് ജീവിതകാലം മുഴുവനും നമ്മൾ സുജൂദ് കിടന്നാലെന്ന് ഞാൻ ആലോചിക്കട്ടെ. ഇത്ര മാത്രം അള്ളാഹു നമ്മൾ അനുഗ്രഹിച്ചു. എന്നിട്ടും നമുക്ക് നിരാശ എന്ന് പറഞ്ഞാല് എന്താ നമ്മളെ കുറിച്ച് പറയാം? ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട ജന്തുക്കൾ പിന്നെ ലോകത്ത് വേറെ ഉണ്ടോ? നമ്മളെ കുറിച്ച് നമ്മൾ സ്വയം വിചിന്തനം ചെയ്യാൻ വേണ്ടത്, ഞാൻ അടക്കം നമ്മൾ. ഇങ്ങനൊക്കെ അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ വാരി കോരി ചൊരിഞ്ഞു തന്നു, കഴിവുകൾ തന്നു. ആ നേട്ടങ്ങൾ നമ്മൾ കൊയ്തുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഇത് കുറവുകൾ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഒരാൾ ഫ്രീ ആയിട്ട് ഒരു കാർ എടുക്കും. ആ കാറിന്റെ ബാക്കിലത്തെ പാർക്കിംഗ് ലൈറ്റ്, അതിന്റെ ഗ്ലാസ് പൊട്ടിയിരുന്നു. നിങ്ങൾ പറയും എന്താണിത്? പാർക്കിംഗ് ലൈറ്റ് പൊട്ടിയ, ഗ്ലാസ് പൊട്ടിയ കാറാണ് എനിക്ക് തരേണ്ടത് എന്ന് പറയോ? കിട്ടിയ കാറിൽ വെച്ചിട്ട് അത് മരിൽ ഓടിക്കാന്നല്ലാതെ അല്ലേ? പിന്നെ എന്തിനാ നിങ്ങൾ ചെറിയ ചെറിയ സംഗതികൾ നോക്കി ടെൻഷൻ എടുക്കുന്നത്?
ചിലപ്പോ ഒരു വിരലിന്റെ നീളം കുറച്ച് കുറഞ്ഞതായിരിക്കും, മിക്കവാറും സമയം നോട്ടതായിരിക്കും. പഠിച്ചവനെ കുറവാണല്ലോ വിരല്, കുറച്ച് കുറഞ്ഞു പോയതാ, ബാക്കി 9 വിരല് നോക്കിയാൽ പോരെ. എന്തൊരു സൗന്ദര്യമാണ് 9 വിരല്. നമ്മൾ അങ്ങനെയുള്ള കുറവുകളിലേക്ക് ഫ്രീ കിട്ടിയതാ, അതിന് കുറ്റ ആണല്ലോ. എന്റെ അവസ്ഥ തന്നെ അതാട്ടോ. ഒരാള് ഒരു നാട്ടില് വലിയൊരു കല്യാണം കഴിഞ്ഞു, അടിപൊളി ബിരിയാണിയും സൽക്കാരൊക്കെ കൊടുത്തു. അപ്പോ ഒരു മുതലാളി അങ്ങനെ കഴിച്ചാൽ മറ്റൊരു മുതലാളിക്ക് വാശിവായി, അയാളെ കല്യാണം അതിനേക്കാൾ ഉഷാറാക്കാൻ തീരുമാനിച്ചു. അയാൾ എങ്ങനെ അന്വേഷിച്ചിട്ടും പുതുമയായ ഒന്നും കിട്ടുന്നില്ല, എല്ലാം അയാൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ അതേപോലെ നടത്താൻ തീരുമാനിച്ചു. അതിന്റെ കൂടെ ഒരു പഴം എക്സ്ട്രാ കൊടുക്കാൻ തീരുമാനിച്ചു. അയാൾ പഴം കൊടുക്കാൻ വേണ്ടി പറ്റും. ഈ എല്ലാം കഴിച്ച് മട്ടൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഒക്കെ കഴിച്ചിട്ട് പഴം തിന്നിട്ട് ഒറ്റം പറയാ, എന്താ മനുഷ്യന് മര്യാദക്കുള്ളൊരു പഴം തന്നൂടെ, എക്സ്ട്രാ കിട്ടിയതാ. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. ഇത് ഇയാള് മറ്റൊരു എക്സ്ട്രാ കിട്ടാൻ വേണ്ടിട്ട് ഒന്നും കിട്ടാൻ എക്സ്ട്രാ കൊടുത്തതാ. അത് തിന്നിട്ട് പറയാ, മര്യാദക്ക് പഴുത്ത പഴം തന്നൂടാ മനുഷ്യന്, ഇതൊക്കെ തിന്നിട്ടേ അതിനടുത്ത് നടക്കുന്നുണ്ടോ. ഈ ഒരു ചിന്തയും ഈ ഒരു രീതിയും ഈ ഒരു ആറ്റിറ്റ്യൂഡും പൊതുവെ നമുക്കുണ്ടായി. നമ്മൾ നോക്കണം. നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ കൊച്ചു കോൺക്രീറ്റ് വീട് കണ്ട് സങ്കടപ്പെടുന്നവരെ നിങ്ങൾ അവിടേക്കല്ല നോക്കണം. ഈ ബേബി മുമ്പ് ഹോസ്പിറ്റലിൽ ഞാൻ എൻ്റെ ഫാദറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അസുഖമായ സമയത്ത് അദ്ദേഹം ഒരു ക്യാൻസർ രോഗിയാണ്, അള്ളാഹു സുഖപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ജനലിലൂടെ റോഡിലേക്ക് ഒരു ദിവസം രാവിലെ 6 മണിക്ക് നോക്കിയപ്പോ എന്റെ കണ്ണുകളെ എനിക്ക് ഒരു സുഖപ്രദമായി തോന്നിയില്ല. ആ റോഡിന്റെ നേരെ ഓപ്പോസിറ്റിലെ ഫുട്പാത്തിൽ നിന്നും ഒരു യുവതി എഴുന്നേൽക്കുന്നു, ഒരു യുവാവ് എഴുന്നേൽക്കുന്നു, 2 കുട്ടികളും എഴുന്നേൽക്കുന്നു. മാതാപിതാക്കളും കുട്ടികളും എഴുന്നേറ്റിരിക്കുകയാണ്. എന്നെ മേൽപോട്ട് നോക്കിയാൽ ആകാശം, താഴേക്ക് നോക്കിയാൽ എഴുന്നേറ്റ് ഇങ്ങനെ കൈ തട്ടുക. എന്റെ തട്ടുന്നത് പൊടിമണ്ണായിട്ട്. 6 മണിക്ക് എഴുന്നേൽക്കാനുള്ള കാരണം എന്താണെന്നറിയോ? എന്തേ? അതിൽ ആൾക്കാർ പോകാൻ സമയമായി. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോ ശരീരത്തിനൊരു ചൂട് കൂടുതൽ, പനിയുടെ ലക്ഷണം. ഒന്ന് എങ്ങനെയെങ്കിലും ഒന്നുകൊണ്ട് സംസ്കരിച്ച് വീണ്ടും എന്താക്കും, അവിടെ കിടക്കൂലേ. അങ്ങനെ ശരീരത്തിൽ പനി വന്നതിന്റെ പേരിൽ, തല ഉയർത്താൻ കഴിയാത്തതിന്റെ പേരിൽ ഒരു അരമണിക്കൂർ കൂടെ കിടക്കണമെന്നുള്ള ഒരു തോന്നലെങ്ങാനും അവർക്ക് ഉണ്ടായി പോയിട്ടുണ്ടെങ്കിൽ ആ പാവങ്ങൾക്ക് അവിടെ കിടക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം ആൾക്കാർ പോകുന്ന വഴിയാണ്. ഒന്ന് ഓർത്ത് നോക്കൂ സമൂഹത്തിൽ. എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷൻ അടുത്ത് കണ്ട കാഴ്ച അതിനേക്കാളും മനസ്സ് കരളലിപ്പിക്കുന്നതായിരുന്നു. രാത്രി ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ കൊടയും ചൂടി പോകുമ്പോ ആ ഫുട്പാത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത മയ്യത്തുകളെ പ്ലാസ്റ്റിക് കവറിൽ ചുറ്റിക്കിടത്തിയതുപോലെ മഴ കൊള്ളാതിരിക്കാൻ ഈ പട്ടിണി പാവങ്ങൾ പ്ലാസ്റ്റിക് കവർ ചുറ്റി ആ ഫുട്പാത്തിൽ ഒഴുകുന്ന വെള്ളത്തിന്റെ കൂടെ കിടന്നുറങ്ങുന്ന ദാരുണമായ രംഗം. അതോർക്കുമ്പോഴാണ് ഒരു 3 സെന്റ് സ്ഥലത്ത് ഓലമേഞ്ഞ വീടിൽ പച്ചവെള്ളം കുടിച്ച് മാന്യമായി പട്ടിണി കിടന്നുറങ്ങാൻ തൗഫീഖ് ചെയ്ത അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും എന്ന് പറയാൻ നമുക്ക് കഴിയും. അവിടേക്കാണ് നമ്മൾ നോക്കേണ്ടത്. മണിമാളികകളിലേക്ക്, സൗകര്യങ്ങളിലേക്ക് അല്ലാഹു പലരെയും പലതും നൽകി പരീക്ഷിക്കുന്നുണ്ടാവാം. അങ്ങോട്ട് നോക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ പലപ്പോഴും നമ്മളെ നോട്ടങ്ങൾ പോകുന്നത് അങ്ങോട്ടാണ്. അതുകൊണ്ടാണ് മുത്തനബി പറഞ്ഞത്, അസ്ഫലമിങ്കും, കുട്ടികളെ നിങ്ങൾ താഴോട്ട് പോകും. ഫോക്കും നിങ്ങളുടെ മേലേക്ക് നോക്കരുതേ. അതാണ് അള്ളാഹുവിന്റെ നിയമത്തിനെ കുറഞ്ഞു കാണാതിരിക്കാൻ നിങ്ങൾക്ക് നല്ലത്. താഴോട്ട് നോക്കാൻ നമുക്ക് കഴിയണം. എന്നാൽ ഇബാദത്തിന്റെ വിഷയത്തിലേക്കോ, ഇബാദത്തിന്റെ കാര്യത്തിലേക്കോ നമ്മൾ എങ്ങോട്ടാ നോക്കല്? മേലോട്ട് നോക്കില്ല, താഴോട്ട്. ഓള് തീരെ നിസ്കരിക്കുന്നില്ല, ഞാൻ 3 വക്ത് നിസ്കരിക്കുന്നില്ല, ഞാൻ അവിടെ നമ്മൾ മേലോട്ട് നോക്കുക. അങ്ങനെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സമയം ഇങ്ങനെയൊക്കെ അനുഗ്രഹം അള്ളാഹു നമുക്ക് ചെയ്തു. സംശയം ഉണ്ടായിരിക്കെങ്കിലും ഇത് വേറെ ഒന്നും കിട്ടിയാൻ തോന്നുന്നുണ്ടോ? ഇല്ല. പകരെന്ത് ചെയ്യും? ഒരു നന്ദിയുള്ളവരാവട്ടെ വേണ്ടേ? ഒരു നായക്ക് ഒരു ഭക്ഷണം കൊടുത്താൽ നായ എന്താക്കും? പാലാട്ടും. നമ്മൾ പാലാട്ടിയാൽ മതിയോ? അല്ല. മനുഷ്യരെന്ന നിലയിൽ നമ്മൾ നന്ദിയുള്ളവരായി മാറേണ്ടതുണ്ട്. എങ്ങനെയാണ് നന്ദി ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ എന്ത് നന്ദിയാ പഠിച്ചോണ്ട് ചെയ്യുന്നത്? ഇപ്പൊ നമ്മളെ എന്ത് നന്ദിയാണ് അള്ളാഹുവിന് ചെയ്യുന്നത്? ഇതൊക്കെ തന്ന പഠിച്ചോനെ എന്തെങ്കിലും ഒരു നന്ദി നമ്മൾ ചെയ്യുന്നുണ്ടോ?
ഉണ്ട്? ഇല്ല. എന്താണ്? താങ്ക്സ് ഇടക്കിടക്കായി പറയുന്നുണ്ട് അല്ലേ? താങ്ക്സ് അലോട്ട്, താങ്ക്സ് അലോട്ട് ടു മൈ ഓൾമൈറ്റി അല്ലാഹ്. അതാണ്. എന്താണ് നന്ദി? പറഞ്ഞു. ആ യെസ്. ഇബാദത്ത്. എന്ത് ഇബാദത്ത് ചെയ്യുന്നു? വക്ത നിസ്കാരം കൃത്യമായി നമ്മൾ നിസ്കരിക്കുന്നില്ല സാർ അല്ലെ? 3 വക്ത നിസ്കാരം. 5 വക്ത നിസ്കരിക്കുന്ന ആളെ ദൈവം കേട്ടെ ഏതാണ്? തോരോള് കളവാ. 5 വക്ത എന്ന് പറഞ്ഞാൽ 5 സമയത്ത് അതിനർത്ഥം. സുബ്ഹി, ദുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ. ഇപ്പൊ എത്ര വക്ത? 3. ദുഹറിനെ ഇങ്ങോട്ടൊരു പിടുത്തവും അസറിനൊരു വെയിലത്തും അങ്ങനെ കൂട്ടിയിട്ട് ദുഹർ നിസ്കരിച്ച് ബാങ്ക് കൊടുത്ത് അസർ നിസ്കരിച്ച്. അല്ലെങ്കിലോ ദുഹറിന് സമയം ഉണ്ടാവില്ല, ഉച്ചക്കൊന്നും നേരം ഉണ്ടാവില്ല, അത് പഠിക്കണ്ടേ? പഠിക്കണം, ചിന്തയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ പോയി സമയം ഉണ്ടെങ്കിൽ ദുഹർ ഡിം, അസർ ഡിം. ഇതിന് എത്ര വക്ത കൂട്ടാ? ദുഹർ, അസർ ഒരു വക്ത്, മഗ്രിബ്, ഇശാ ഒരു വക്ത്, സുബ്ഹി 3 വക്ത് അല്ലേ? അല്ലേ? പലപ്പോഴും ഒന്നിന്റെ അപകടതാണ്. കവായിറ്റ് നിസ്കാരം ഇസ്ലാമിൽ ഇല്ല കേട്ടോ. നിസ്കാര സമയത്ത് നിർവഹിക്കാനുള്ളൂ. നിങ്ങളുടെ 22-ാം തീയതി രാവിലെ ഉച്ചക്ക് 2 മണിക്കുള്ളിൽ അപ്ലിക്കേഷൻ കിട്ടണമെന്ന് പറഞ്ഞാൽ 23 കിട്ടിയാൽ അപ്ലിക്കേഷൻ സ്വീകരിക്കോ? സ്വീകരിക്കൂല. 22-ന് ഉച്ചക്ക് തന്നെ കൊടുക്കണം. പക്ഷെ സമയം കഴിഞ്ഞാൽ നമ്മൾ എന്താക്കും? ഒരു അപ്ലിക്കേഷൻ അയച്ചു കളി. സ്വീകരിക്കുന്നെങ്കിൽ സ്വീകരിച്ചോട്ടെ, അതാ കള്ളായി സ്വീകരിക്കുന്ന. അപ്ലിക്കേഷൻ അയക്കാൻ പഠിച്ചു സ്വീകരിച്ച കൈ അല്ലെങ്കിൽ പോയി. ഒരു കാരണവശാലും നിങ്ങൾ വിശ്വസിക്കേണ്ട, സ്വീകരിക്കും. സ്വീകരിച്ച കൈ ചിലക്ക് തോന്നല്ല, പാവം കുറെ കഷ്ടപ്പെട്ട് ദൂരം അയച്ചല്ലേ, പോസ്റ്റൽ പ്രശ്നമായിരിക്കും, സ്വീകരിച്ചാലേ എന്ന ഉദ്യോഗസ്ഥന് തോന്നിയെങ്കിൽ കിട്ടിക്കോട്ടെ എന്നൊരു വിട്ടോക്കൽ ഉണ്ടല്ലോ, ആ വിട്ടോക്കൽ മാത്രമാണ് കള്ളായി വിട്ടാന്നത്. ചില ധാരണ ഞാൻ 100 ദിവസം ഒക്കെ സ്വീകരിച്ചിട്ടുണ്ടാവും, ഒക്കെ രാത്രി ഒന്നിച്ചടിച്ചതാണ്. ഒരിക്കലും അങ്ങനെ നിസ്കാരം പരിഗണിക്കാൻ പറ്റില്ല. ഒന്നത്. ഇനി 5 വക്ത് നിസ്കാരത്തെ നമ്മൾ നിസ്കരിക്കും. അതുപോലെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് റമദാനിൽ നോമ്പ് നോക്കുക. നിവൃത്തിയില്ലാത്തതുകൊണ്ട് നോക്കുന്നതല്ലേ? അല്ലേ? അല്ല, പട്ടിണി എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണോ എല്ലാവർക്കും? അതുകൊണ്ടാ. അങ്ങനെയാണെങ്കിൽ എല്ലാ മാസവും ഒരു 5 എണ്ണം പട്ടിണി കിടക്കണ്ടേ? എല്ലാ മാസവും ഒരു 5 സുന്നത്ത് നോമ്പെടുക്കുന്ന ആളെ നോക്കിയാട്ടെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? റമദാനിൽ അള്ളാഹു കുത്തിബ അലൈക്കും സിയാം എന്നോട് വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ഞാൻ നോമ്പ് മുന്നോട്ടിരിക്കുകയാണ്. ഇതല്ലേ ശരി? രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്കത്തെ ചോറ് നഷ്ടപ്പെടുക. പകരം ബാങ്ക് കൊടുത്താൽ, ബാങ്ക് കൊടുത്ത് നിസ്കരിച്ച് വന്നാൽ, തറാവി കഴിഞ്ഞ് വന്നാൽ 4 നേരം അടിച്ച് കൊസിയ. എന്നിട്ടിങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് അത്തായം കെട്ടി ഇരയെടുത്ത പോലെ കിടക്കുക, രാവിലെ ഉച്ചവരെ ഒപ്പിക്കുക. ഇതല്ലേ സത്യം നമ്മൾ ചെയ്യുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഇത് അള്ളാഹു നമ്മളോട് ചെയ്യാൻ കൽപ്പിച്ചതല്ലേ? ഇപ്പൊ ഞാനൊരു ഷോപ്പിൽ ജോലി ചെയ്യാൻ രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ എനിക്ക് ജോലി ചെയ്യണം. എനിക്ക് അയാൾ 5000 രൂപ ശമ്പളം തരുന്നു. ഞാൻ ഈ ജോലി ചെയ്യുന്നതിനെ നന്ദി എന്ന് പറയാൻ പറ്റുമോ? ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്, 10 മണിക്ക് പോയി വൈകുന്നേരം 4-4:30 വരെ പഠിപ്പിക്കുന്നുണ്ട്. ശരി, എനിക്ക് മാസത്തിൽ ശമ്പളം കിട്ടുന്നത്, ഞാനത് നന്ദി എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഈ നിസ്കാരവും ഈ നോമ്പും നന്ദി എന്ന് പറയാൻ പറ്റും? ഇതൊക്കെ തന്നിട്ട് ഒറ്റൊന്നും ചെയ്യാൻ പറഞ്ഞല്ലോ, നിസ്കരിച്ചാൽ മതി, 5 നിസ്കരിച്ചാൽ. ഞാൻ 24 മണിക്കൂറിൽ 5 വക്തും കൃത്യമായി നിസ്കരിക്കുകയാണെങ്കിൽ എത്ര സമയം എടുക്കും? 1/2 മണിക്കൂർ. സ്പീഡ് കൂടുതലനുസരിച്ച് സമയം കുറയുള്ളൂ. മാക്സിമം 1/2 മണിക്കൂർ. ബാക്കി 23.5 മണിക്കൂർ നിർബന്ധിച്ചിട്ടില്ല. 360 ദിവസത്തിൽ 30 ദിവസമേ പറഞ്ഞിട്ടുള്ളൂ നോമ്പ്. അത് തന്നെ അള്ളാന്റെ അനുഗ്രഹത്തിൽ നിലാവൊക്കെ നേരത്തെ കണ്ടുപോയാൽ 1 ഒഴിവാക്കി തരും അല്ലേ? എന്നിട്ട് ബാക്കി നമ്മൾ നോക്കണ്ടുള്ളൂ. ഇങ്ങനെയുള്ള സംഗതികള് അതേ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. അത് ചെയ്യല് നന്ദിയാ എന്ന് തോന്നാണെങ്കിൽ നമ്മളല്ലേ ആലോചിക്കല നന്ദിയാണോ അത്? അല്ല. നേരെ മറിച്ച് ഞാനൊരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്നു, എനിക്ക് കൃത്യമായി ശമ്പളം കിട്ടുന്നു. നേരെ ഞാൻ ഞായറാഴ്ച ഷോപ്പ് ലീവാണ്, പക്ഷെ ഒരു ഞായറാഴ്ച എൻ്റെ മുതലാളിയുടെ വീട്ടിൽ കല്യാണമാണ്. ഞാൻ രാവിലെ ചെന്നു എല്ലാ സഹായം ചെയ്തു കൊടുത്ത് രാത്രി വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അതെന്താണ്? അത് അയാൾ നിർബന്ധിക്കുന്നതാണോ? അയാൾക്ക് ഞാൻ സ്നേഹപൂർവ്വം നൽകുന്നു, എന്നോട് നിർബന്ധിക്കാതെ. ഇങ്ങനെ അള്ളാഹു നമ്മോട് നിർബന്ധിക്കാതെ സ്നേഹപൂർവ്വമായി നമ്മൾ ചെയ്യുന്നു.
ഈ 5 വക്തന്നെ ഇടങ്ങാറായി ഒപ്പിക്കാറില്ല ബാക്കി അല്ലേ? എന്ന് വെച്ചാൽ ഒരു പട്ടിക്ക് അപ്പം കൊടുത്താൽ അത് വാലാട്ടുന്ന ഒരു നന്ദി പോലും നമ്മൾ ചെയ്യുന്നില്ല. സത്യത്തിൽ അതല്ലേ ശരി? ഈ അനുഗ്രഹങ്ങളും ഈ സൗന്ദര്യവും ഈ പഠനത്തിലുള്ള കഴിവും ഈ ശേഷിയും ഇതെല്ലാം നമുക്ക് അള്ളാഹു തന്നിട്ട് പകരം നമ്മൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോ ഒന്നുമില്ല. ഇത്ര മാത്രം നമ്മൾ നേരിടാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് അള്ളാഹു ഇഷ്ടപ്പെട്ട് ചെയ്യാന്ന് പറഞ്ഞാല് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഫർള് നിസ്കാരങ്ങൾക്ക് എപ്പോഴും പൂർണ്ണത കിട്ടിക്കൊള്ളണമെന്നില്ല ഇല്ലല്ലോ. മിക്കവാറും കണക്കിന്റെ പരീക്ഷയ്ക്ക് മുമ്പ് നിസ്കാരത്തിലൊക്കെ കൂട്ടി കണക്കൊക്കെ വരുത്തപ്പെടാം. കൈകെട്ടിയാലല്ലേ ഓർക്കലുകൾ വരുത്തപ്പെടാണല്ലോ. അതിന്റെ പരിഹാരത്തിനാണ് അപ്പുറം ഇപ്പുറമൊക്കെ സുന്നത്തുകൾ നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് അല്ലെ? കൃത്യമായി ആ പറഞ്ഞൊരു 10 മുഅക്കദായ സുന്നത്തുകൾ ഉണ്ടല്ലോ, അത് നിസ്കരിക്കുന്ന ആൾക്കാർ എത്ര പേര്? എല്ലാവർക്കും സാധിക്കാറുണ്ടോ? സമയം കിട്ടാനില്ല. എവിടത്തേക്ക് ഞങ്ങൾ പോകുന്നത്? സമയം കിട്ടാൻ. എന്തായാലും ഇതൊക്കെ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു ഇതൊക്കെ ചെയ്ത് തന്നിട്ട് അങ്ങനെ ഉണ്ടല്ലോ, ആ ഒരു സംഗതിയിൽ നമുക്ക് ഒരു എക്സ്ട്രാ അള്ളാഹുവിന്റെ തൃപ്തിപ്പെടുത്താൻ, അള്ളാഹുവിന്റെ സ്നേഹത്തിന്, അള്ളാഹുവിന്റെ റിള കിട്ടാൻ വേണ്ടി ചെയ്യാൻ കഴിയുന്നില്ല. എന്തിനാ പിന്നെ നമ്മള്? എന്തൊരു മനുഷ്യരാണ് നമ്മൾ. അതേപോലെ ഞാൻ ചോദിക്കട്ടെ, അള്ളാഹു നമുക്ക് വായിക്കാൻ, പഠിക്കാൻ, ചിന്തിക്കാൻ ഉള്ള കഴിവ് എന്നിട്ട് നമ്മൾ 10-12 കൊല്ലമായി വായിക്കുന്നു, പഠിക്കുന്നു, ചിന്തിക്കുന്നു. എന്താണ് വായിച്ചത്? എന്താണ് പഠിച്ചത്? എന്താണ് ഇതുവരെ ചിന്തിച്ചത്? എന്തിനു വേണ്ടിയാ? ഇവിടെ എന്തെങ്കിലും ഒരു ജോലി അല്ലേ? ഇങ്ങനെ നിങ്ങൾ 12 അല്ല 15 അല്ല 17 അല്ല 20 വർഷം നിങ്ങൾ പഠിച്ചു വെച്ചു. പെരിയാരം മെഡിക്കൽ കോളേജിലെ 4ാം സെമസ്റ്റർ വിദ്യാർത്ഥി ഒരു വലിയ ടാങ്കർ ലോറിയുടെ അടിയിലേക്ക് ബൈക്ക് പോയി ചതഞ്ഞെറിഞ്ഞ് മരിച്ചു. അവൻ മാത്രമല്ല മരിച്ചത്, അവന്റെ സകലമാന സ്വപ്നങ്ങളും അവന്റെ മാതാപിതാക്കളുടെ സ്വപ്നങ്ങളും അവിടെ മരിച്ചിരിക്കുന്നു. അവൻ അതുവരെ പഠിച്ചു പോയി. എന്തെങ്കിലും ഉപകാരം? നിങ്ങൾ +2 നല്ല ഹൈ മാർക്കോട് കൂടെ പാസ്സായി, എൻട്രൻസ് കിട്ടി, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സീറ്റ് ഉറപ്പായി. നിങ്ങൾ പക്ഷെ വയറുവേദന വന്നു, ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു വയറൽ ക്യാൻസർ ആണ്, മാക്സിമം ആയിരിക്കുന്നു. മാക്സിമം നിങ്ങൾ പോയ 2 മാസം ജീവിക്കാൻ സാധിക്കുള്ളൂ. നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി ചേരുവോ? ഉടനെ നിസ്കാരം വാങ്ങി ഇതുവരെയുള്ള സംഗതികളൊക്കെ കഥാവിട്ടെന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാനാണ്. നമ്മളാണെങ്കിലും പള്ളീന്റെ മിഹ്റാബ് നോക്കൂലേ അവിടെ അല്ലേ? അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തള്ളി മാറ്റി അവിടെ പോയി ഇരിക്കൂലേ? ആലോചിക്കട്ടെ. എന്ന് വെച്ചാൽ ഒരു നിമിഷം അള്ളാഹു നിശ്ചയിച്ചില്ല എങ്കിൽ ഒന്നിനും കൊള്ളാത്ത വിജ്ഞാനത്തിന് വേണ്ടി കഴിഞ്ഞ 10-12 വർഷമായി നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുകയാണ്, ടെൻഷൻ അടിക്കുകയാണ്. എത്ര പരീക്ഷണങ്ങൾ എഴുതി? എണ്ണുണ്ടായിരുന്നു? എണ്ണിയാൽ തീരുവോ? ഇല്ല. സെൻട്രൽ എക്സാമിനേഷൻ വേറെ, സ്കൂൾ എക്സാമിനേഷൻ വേറെ, മാഷന്മാർ എക്സാമിനേഷൻ വേറെ, അതിൻ്റെ ഇടയിൽ വീട്ടുകാർ എക്സാമിനേഷൻ വേറെ, അങ്ങനെ പലതരം എക്സാമിനേഷൻ നമ്മൾ എഴുതി കുട്ടികൾക്ക്. ഇതൊക്കെ ഇവിടെയുള്ള താൽക്കാലികമായ നേട്ടത്തിന് അത് തന്നെ കിട്ടുമെന്ന് വല്ല ഉറപ്പുണ്ടോ? ഒരു ഗ്യാരണ്ടി ഇല്ല. എന്നാല് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചല്ലോ, യഥാർത്ഥ വിജയം എവിടെയാ? നാളെ അല്ലാഹു. അവിടെ ജയിക്കണമെങ്കിലും ചില സിലബസില്ലേ പഠിക്കണ്ടേ? അല്ലേ? ഒരു അധ്യാപകൻ വന്നിട്ടില്ലായിരുന്നോ പഠിപ്പിച്ചിട്ടില്ലായിരുന്നോ? അത് റെക്കോർഡ് ചെയ്തിട്ടില്ലായിരുന്നോ? അപ്പൊ ആ സിലബസും അതിന്റെ വിശദീകരണങ്ങളും അതിന്റെ ഗൈഡുകളും ഒക്കെ ലഭ്യമല്ലേ? നമ്മൾ ആരെങ്കിലും എത്ര കൊല്ലം പഠിക്കാറുണ്ടോന്ന്? എത്ര കൊല്ലം പഠിച്ചിട്ടുണ്ടാവും അത്? ആ സിലബസ്, അള്ളാഹുവിന്റെ സിലബസ് ഏതാത്? ഖുർആൻ. അതിന്റെ വിശദീകരണമായ ഹദീസ്, അതിന്റെ വിശദീകരണമായ മറ്റ് ഇസ്ലാമിക ഗ്രന്ഥം. എത്ര കൊല്ലം നമ്മൾ പഠിച്ചു? ഞാൻ 5 വർഷം മദ്രസയിൽ പോയിട്ടുണ്ട് അല്ലേ? 10-12 വയസ്സ് വരെ മദ്രസയിൽ പോയിട്ട് 10 വയസ്സ് വരെ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ 7 വർഷം പോയി 12 വയസ്സിൽ വരുന്നുണ്ടാവും. എന്ന് വെച്ചാൽ മദ്രസയിൽ നിങ്ങൾ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്.
അത്യാവശ്യം ഒരാൾക്ക് സ്വന്തമായി ചിന്തിച്ച് ഡെവലപ്പ് ചെയ്യാവുന്ന ഒരു സമയം 12 വയസ്സിന് ശേഷമാണ്. അപ്പോഴേക്ക് എന്ത് വിട്ടിട്ടുണ്ട്? മദ്രസ. പിന്നെ നമ്മൾ കുരങ്ങിനെ കുറിച്ചും കൂട്ടാളിയെ കുറിച്ചൊക്കെയാണ് നമ്മളുടെ പഠനങ്ങൾ നടന്നിട്ടുള്ളത്. ഇതൊക്കെയാണെങ്കിൽ ഒരു നിമിഷം അള്ളാഹു വിചാരിച്ച അത് 3 തുണിന്റെ കൂടെ മണ്ണിലേക്ക് പോകുന്നത്. അതിനുശേഷവും അവശേഷിക്കുന്ന ഇൽമ് പഠിച്ചോ. ഈ പഠിക്കുന്നതൊക്കെ എന്തുപയോഗിച്ച് നമ്മൾ പഠിക്കുന്നത്? അള്ളാഹു തന്ന കഴിവ് ഉപയോഗിച്ചിട്ടല്ലേ? ആ അള്ളാഹു തന്ന കഴിവ് ഉപയോഗിച്ച് ആ അള്ളാഹുവിന്റെ അറിവ് പഠിക്കാൻ നമ്മൾ ശ്രമിച്ചോ? എന്ത് മനോഹരമായ ഖുർആൻ പഠിക്കേണ്ടത് സാധാരണക്കാരല്ല. കടപ്പുറം പോയി രാവിലെ കടലിലേക്ക് പോയി ഉച്ചക്ക് വൈകുന്നേരം കടലിൽ തിരിച്ചു വന്ന് ബാക്കി സമയം ഒന്ന് റെസ്റ്റ് എടുക്കുന്നു, പിറ്റേന്ന് രാവിലെ പോകാൻ. ആ കടപ്പുറത്തെ മത്സ്യത്തൊഴിലാളികൾ ഉണ്ടല്ലോ, അവരോട് അള്ളാഹു ചോദിക്കുന്നു, നീ നിസ്കരിച്ചോ, നോമ്പ് നോറ്റോ, സക്കാത്ത് കൊടുക്കണില്ല, നിസ്കരിച്ചു നോമ്പ് പറ്റും, തീർന്ന്. നേരെ മറിച്ച് നമ്മളോട് അത് മാത്രമേ ചോദിക്കുള്ളൂ. അള്ളാഹു മനുഷ്യർക്ക് തന്ന മുഴുവൻ അനുഗ്രഹങ്ങളെ കുറിച്ചും ചോദിച്ച് മറുപടി പറയാതെ ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കാൻ വിടൂല. വായിക്കാൻ, മനസ്സിലാക്കാൻ, ചിന്തിക്കാൻ, ഉൾക്കൊള്ളാൻ ഒക്കെ കഴിവ് തന്ന നമ്മളോട് ഈ കഴിവ് ഉപയോഗിച്ച് എന്റെ ഗ്രന്ഥം നീ വായിച്ചോ. നമ്മളോട് അതുകൊണ്ട് മാത്രം വിടൂല കേട്ടോ. ഒരു 10 ലക്ഷം രൂപ എനിക്ക് അള്ളാഹു തന്നു എന്ന് പറഞ്ഞ എന്നെ അള്ളാഹു വല്ലാതെ അനുഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് തോന്നലല്ല വേണ്ടത്. എന്നെ അള്ളാഹു 10 ലക്ഷം കൊണ്ട് പരീക്ഷിക്കുകയാണ്. അതിന്റെ 2.5% ഞാൻ സക്കാത്ത് കൊടുക്കണം, അതിനനുസരിച്ച് പാവങ്ങളെ സഹായിക്കണം. അതിനെനിക്ക് കഴിഞ്ഞില്ല എങ്കിൽ ഞാൻ നഷ്ടത്തിലാണ്. നേരെ മറിച്ച് ആണെന്നാണ് റസൂൽ പറയുന്നത്, ദരിദ്രനായി ജീവിപ്പിക്കാൻ, ദരിദ്രനായി മരിപ്പിക്കാൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് അള്ളാഹു വിജ്ഞാനം തന്നു, ബുദ്ധി തന്നു, കഴിവ് തന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളെ പരീക്ഷിക്കുകയാണ്. അത് അഹങ്കരിക്കാനുള്ളതല്ല. അതിനനുസരിച്ച് നിങ്ങൾ അള്ളാഹുവിന്റെ മേഖലയിൽ ഉപയോഗിച്ചില്ല എങ്കിൽ അള്ളാഹു നാളെ ചോദിക്കും. എന്താ നമ്മൾ മറുപടി പറയുന്നത്? ഖുർആന് എന്തൊരു ചിന്താ സംഗതിയാണ്, എത്ര മധുരമാണെന്നറിയോ. എന്ത് മധുരമാണ് വായിക്കാൻ, എന്തോ ഒരു രസമാണത് ഉൾക്കൊള്ളാൻ, എന്തോ ഒരു ആവേശമാണ് അതിലേക്ക് ഇറങ്ങാൻ. നമുക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. ചിന്ത എപ്പോ അഫലാത്തക്കിലും ചിന്തിക്കുന്നില്ലേ, ആലോചിക്കുന്നില്ലേ? ഇത് സാധാരണക്കാരോട് പറഞ്ഞല്ല, ചിന്തിക്കാൻ കഴിവുള്ളവരോട് പറഞ്ഞതാണ്, നമ്മളോട് പറഞ്ഞതാണ്. പക്ഷെ നമ്മൾ തൊട്ടുനോക്കിയില്ല. ഫോർ എക്സാമ്പിൾ, സൂറത്തിന്റെ ഖുർആനിന്റെ അവസാനത്തെ ഒരു സൂറത്തുണ്ട്, സൂറത്തുൽ നാസ്. അതറിയുന്ന ആൾ കൈവക്കേണ്ട. എന്ന് വെച്ചാല് അതല്ലേ ചോദിച്ചത്. സൂറത്തുൽ നാസ് അത് ശരിക്കും മനസ്സിലാക്കിയ ഉണ്ടോ? നമുക്കതേ അറിയുള്ളൂ. എന്തിനാണ് സൂറത്തുൽ നാസ് പഠിക്കുന്നത്? അത് നിസ്കാരത്തിൽ 2ാമത്തെ റക്അത്തിൽ ഓതാനാണ്. 1ാമത്തെ റക്അത്തിൽ വലുതാണല്ലോ. പിന്നെ അടുത്ത ചെറുതേതാ? മാക്സിമം അവസാനത്തതും വലുതിന് ശേഷം ചെറുതാവണമെന്നൊക്കെ ഫിഖിൽ പറഞ്ഞുകൊണ്ട് അവസാനത്തതും ചെറുതുമായ സൂറത്തുൽ നാസ് 2ാം റക്അത്തിൽ ഓതാനാണ്. അതിപ്പോഴും ഒരു അതിന്റെ ആശയം വലുത് മനസ്സിലായി. ഖുർആൻ എന്ന് പറയുന്നത് വെളിച്ചമാണ്. വെളിച്ചം ആയിരിക്കും ആവശ്യം ഉണ്ടാകുക? ഇരുട്ടത്തുകൂടെ ബുദ്ധിമുട്ടി നടക്കുന്നവർക്ക് വെളിച്ചം ആവശ്യമാണ്. ഈ വെളിച്ചം നൂർ അള്ളാഹു നമുക്ക് തന്നതാണ്. ഈ നൂറ് നമുക്ക് തന്നു. പക്ഷെ ആ വെളിച്ചം ഉപയോഗിച്ച് ജീവിതത്തെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ? ഇതാണ് നമ്മൾ ആലോചിക്കുന്നത്. നിങ്ങള് ഒരു മുള്ളുകളും കല്ലുകളും തേളുകളും ഒക്കെ ഉണ്ടാകുന്ന ഒരു വഴിയിലൂടെ രാത്രി ഇങ്ങനെ തട്ടിപ്പോവാ, ബുദ്ധിമുട്ടി പോകുമ്പോ അത് കണ്ട ഒരു ആള് മോനെ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. ടോർച്ച് കയ്യിൽ വെച്ചു. ബുദ്ധിമുട്ടല്ലേ, വഴിയിൽ എന്തൊക്കെയോ ഉണ്ടാവും. ആ ടോർച്ചും വാങ്ങി നമ്മള് ഒന്നുകിൽ വാനിറ്റി ബാഗിലിട്ട് അല്ലെങ്കിൽ കിശയിലിട്ട് പിന്നെ നടക്കുക. എന്താ നമ്മളെ കുറിച്ച് പറയുന്നത് മലയാളത്തിൽ? വട്ട് അല്ലേ? തൗറാത്തിൽ പറഞ്ഞത് അവരെ കുറിച്ച്, അവർ ഗന്ധം ചുമക്കുന്ന കഴുതകളാണ്. ഗന്ധം ചുമക്കുന്ന കഴുത എന്ന് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വെളിച്ചം നമുക്ക് ലഭിച്ചിട്ട്, വെളിച്ചം നമുക്ക് നൽകിയിട്ട് ആ വെളിച്ചം ഉപയോഗിച്ച് സംഗതികളെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ നമ്മുടെ ജീവിതം തന്നെ അർത്ഥവത്തല്ലല്ലോ. സൂറത്തുൽ നാസിന്റെ അർത്ഥം വളരെ ഒരു ചെറിയ സൂറത്താണത്. എന്തൊരു വ്യാപ്തിയാണെന്നറിയാം. നമുക്കൊക്കെ ഒരുപാട് പാഠങ്ങളും വഴികാട്ടിയുമാണ്. തങ്ങൾ പറയാ, ജനങ്ങളുടെ രക്ഷിതാവിനോട് ഞാനിതാ കാവലിനെ ചോദിക്കുന്നു.
രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ, രക്ഷിതാവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിന് സമാധാനമില്ല. നിങ്ങളിങ്ങനെ ഒരു ബസ് സ്റ്റോപ്പിൽ സമയം ലേറ്റായി ഇങ്ങനെ നിൽക്കും, പെട്ടെന്ന് രക്ഷിതാവിനെ കണ്ടെങ്കിൽ എന്താ തോന്നാം? അല്ലേ? ഒറ്റക്ക് ബുദ്ധിമുട്ടുമ്പോൾ, നമുക്ക് ആശങ്ക ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ തുണ ആരാ? നമ്മുടെ രക്ഷിതാവാണ്. എന്നാൽ ജനങ്ങളുടെ രക്ഷിതാവ്, രക്ഷിക്കുന്ന ഏറ്റവും അടുത്ത ഘടകം അതാരാണ്? അള്ളാഹുവാണ്, റബ്ബുന്നാസ്. അപ്പോ ഒരു അനാഥ കുട്ടി ലോകത്തുണ്ടാവുമോ? ഉണ്ടാവോ? എന്റെ ഉപ്പയില്ല, പക്ഷെ എനിക്കുണ്ട് റബ്ബ്. രക്ഷിതാവ് ആരാ? പഠിച്ചോന. നിങ്ങളുടെ ഉപ്പാനേക്കാളും ടോപ്പാ എന്റെ ഉപ്പ. എന്റെ രക്ഷിതാവ്, നിങ്ങളുടെ രക്ഷിതാവ് ടോപ്പാ, പഠിച്ചോനാണ്. റബ്ബുന്നാസ്, ജനങ്ങളുടെ രക്ഷിതാവിനോട്. പിന്നെ മലിക്കിന്നാസ്, നമ്മുടെ ചെറിയ ചെറിയ സ്കൂളിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആരെ കുട്ടിയിൽ പോകാൻ പറയാം? രക്ഷിതാവിനല്ലേ. പിന്നെ മലിക്കിന്നാസ്, ദുർബോധനത്തിൽ നിന്ന്, ദുഷിച്ച ചിന്തയിൽ നിന്ന്. ദുഷിച്ച ചിന്ത കൂടുതൽ അതന്നല്ലേ? അല്ലെ? ഇതിപ്പോ ഇങ്ങനെ അടിച്ചിരിക്കുന്നത് ഒന്ന് പുറത്തിറങ്ങിയൊക്കെ പോയില്ലേ? ഒരു പോസ്റ്റർ കാണുമ്പോ നോട്ടമില്ല അങ്ങോട്ടല്ലേ? അല്ലേ? ദുഷിച്ച ചിന്തയിൽ നിന്ന്, ദുഷ്ടം ചെയ്യാനുള്ള തോന്നലുകളിൽ നിന്ന്. അത് ഹന്നാസ്. ഹന്നാസ് എന്ന് പറഞ്ഞാൽ കോഴി കൊന്നുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെയാ, ഒന്ന് നന്നാണെന്ന് വിചാരിച്ചാൽ ക്ലാസ്സൊക്കെ കേട്ടെ, ഒന്ന് നന്നാവാം, അങ്ങനെ നന്നായി ശരിയാവും. പിന്നെ നമ്മൾ മാറുക. അതെവിടെ ഉണ്ടാകാം? എവിടെയാ? മനുഷ്യ മനസ്സിലാണ് അതിങ്ങനെ വിശ്വാസം, അതിങ്ങനെ പോയി വന്നുകൊണ്ടിരിക്കും. നന്നാവാൻ വിചാരിച്ച വിടൂല. അതൊരു സംഗതിയാണ്. ഇപ്പൊ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ വഴിയില് ഒരു 5000 രൂപയുടെ എടുക്കോ? അതെടുക്കൂല, അതെടുക്കാൻ പറ്റില്ല. കാരണം അത് എന്റെതല്ല, അതാരതാണ് എടുത്താൽ പ്രശ്നമാണ്. അത് പിന്നെ ഞാൻ ഉത്തരവാദിത്തം, ഞാൻ ഉള്ള സമാധാനം എടുക്കൂല. അതിങ്ങനെ ഇങ്ങനെ പോകുമ്പോ അത് കഴിഞ്ഞ് 2-3 സ്റ്റെപ്പ് വെച്ച മനസ്സിൽ അത് ഞാൻ എടുത്തിട്ടേക്ക് വേറെ ആരും എടുക്കും. വേറെ ആരും എടുത്താൽ പിന്നെ അതിന്റെ ഉടമക്ക് കൊടുക്കോ? ഒരു സാധ്യതയുണ്ട്. എല്ലാം കടമാണ്, ഞാൻ എടുക്കും. അപ്പൊ പിന്നെ ഞാൻ എടുക്കലെന്നല്ലേ ശരി, അല്ലെ? പക്ഷെ ഞാൻ എന്താക്കൂല, ഉപയോഗിക്കൂല. ഞാൻ ഉടമക്കെല്ലാം കൊടുക്കും. എല്ലാവരും പിന്നെ ഇത് ഞാൻ എന്റെ ഉടമക്ക് കൊടുക്കും, ബാങ്കിൽ വെച്ചു, അല്ലെങ്കിൽ പക്ഷെ ഈ പൈസ തന്നെ കൊടുക്കണമെന്നില്ല. അടുത്ത ചിന്തകനാണ്, ഈ പൈസ തന്നെ കൊടുക്കണമെന്നില്ല. വേറെ ചെക്ക് കൊടുത്താൽ പോരെ, അല്ലെങ്കിൽ വേറെ പൈസ എമൗണ്ട് കൃത്യമായ പോരെ. ഞാനത് ചാപ്പ് കൊടുക്കും, എന്തായാലും കൊടുക്കും, ഉറപ്പാണ്. പക്ഷെ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്, അത് തൽക്കാലം ഇത് ഉപയോഗിക്കാറ്. തൽക്കാലം ഇത് ഉപയോഗിക്കാറ്, ഇത് പ്രശ്നമൊന്നുമില്ലല്ലോ. എങ്ങനെ പറയാം? എന്നാലും ഞാൻ ശ്രദ്ധിക്കണം. ആയിക്കോട്ടെ, അങ്ങനെ ഇത് എന്തായാലും ഞാൻ കൊടുക്കും, തൽക്കാലം ഞാൻ ഉപയോഗിക്കും. ചൂടാണ് പോകുമ്പോ അല്ല, ഇതിപ്പോ പിന്നെ ഞാനിപ്പോ കുറച്ച് നേരത്തെ കൂടെ സാമ്പത്തികമായി എന്തെങ്കിലും കുറച്ച് പൈസ കൊടുക്കാതെ എന്താ കൊണ്ടുവച്ച് സംഭവിക്കലോ അതാവാലോ. നമ്മൾ ഞാൻ കൊടുക്കണം, അപ്പൊ കൊടുക്കണ്ടില്ല. അതാവ് താങ്ക് യു എന്ന് വെച്ചാൽ നമ്മളെ മനസ്സ് മനഃപൂർവ്വം ചെയ്യണമെന്ന് ചെയ്യുന്നില്ല. രാവിലെ വീട്ടിൽ ശല്യം വിചാരിച്ചിറങ്ങിയില്ല. ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോ നല്ലതിനെ കണ്ടപ്പോ അങ്ങനെ ചെയ്യാൻ പാടില്ല, മോശം. പക്ഷെ ഇന്നത്തെ പിന്നെ കിട്ടിയില്ലെങ്കിലോ മനസ്സിങ്ങനെ ഉണ്ടല്ലോ. ഒന്നുമല്ല, ഞാൻ ജസ്റ്റ് പരിചയപ്പെടാൻ, എനിക്ക് പരിചയപ്പെടാൻ ഉദ്ദേശമുള്ളൂ. എന്താണ് മോളെ പേര്, വിശേഷം? സ്വന്തം തന്നെയല്ലേ? പരിചയപ്പെട്ട മാത്രമല്ല, ഭാവിയിൽ ഇപ്പോൾ എന്റെ ഭാവി വധു ആയില്ലെങ്കിലും ഇപ്പൊ തന്നെ അറിയുന്നില്ല നല്ലത് എങ്ങനെയാണെങ്കിൽ. ഇങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ. അപ്പൊ അതേപോലെ ഇപ്പൊ നോക്കുമ്പോ ഒരു പുരുഷന്മാരങ്ങനെ നോക്കിക്കൂടാ. പക്ഷെ ഇയാളാവുമ്പോൾ എന്റെ വരനാവാൻ സാധ്യത ഉണ്ടെങ്കിലും അങ്ങനെ നോക്കാലോ. ആ നോട്ട ഹലാലുമാണ് ഇസ്ലാമില്, എന്നാലും അങ്ങനെ നോക്കണ്ട. കുറച്ച് ഇങ്ങനെ നമ്മളെ മനസ്സ് വസ്വാസായിക്കൊണ്ടേയിരിക്കും, അല്ലെ? ആരായി വസ്വാസം ഉണ്ടാക്കുന്ന ആള്? ശൈത്താനാണ്. ഏത് വർഗത്തിൽപ്പെട്ടതാ? അത് ജിന്ന് വർഗത്തിൽപ്പെട്ടതാണ്. സോറി, അതേ നമുക്ക് അറിയുള്ളൂ. മിനൽ ജിന്നത്തി, മനുഷ്യ ശൈത്താനുണ്ട്, മനുഷ്യ പിശാചുണ്ട് നമ്മളെ കൂട്ടത്തിൽ നിന്ന്. കാണണമെങ്കിൽ കണ്ണാടി പോയി നോക്കിയാൽ മതി, കാണാം. നമുക്ക് ജിന്ന് ശൈത്താനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ട്. ആ ശൈത്താൻ എല്ലാവർക്കും മനസ്സിലാവും, പേടിയാണ്. മനുഷ്യ ശൈത്താൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും? പലപ്പോഴും നമ്മളെ കൂടെ തന്നെ ഉണ്ടാവാറുണ്ട്. എടി പൂവല്ലേ, എവിടേക്കടി? നല്ല ഒരു പിന്നെ സീരിയലുണ്ട്, നല്ലൊരു ഫിലിം ഉണ്ട്, നമുക്ക് തോന്നണം ഒന്ന് പോയി.
ഞാൻ വരുന്നില്ല, ഞാൻ ഇനി അങ്ങനത്തൊന്നുമില്ലെന്ന് ഞാനൊക്കെ നന്നാൻ തീരുമാനിച്ചാൽ വർഷം ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞു മാറിയെന്ന്. അത് ശരി, അവള് നന്നാവലെ, എനിക്ക് പല സഹായം ചെയ്തെന്നില്ലേ, അപ്പോഴൊന്നും നീ ആ വർത്താനം പറഞ്ഞിട്ടില്ല, അന്ന് പറഞ്ഞാൽ ചെയ്യായിരുന്നോ? ഇത്രയൊക്കെ സഹായമാകി ശരിയാണല്ലോ, ഇവളെ സഹായം നീ വേണമല്ലോ പഠിച്ചോനെ, പരീക്ഷയ്ക്ക് എന്തെങ്കിലും പഠിക്കണം, ഇവള് വേണം, ആയിക്കോട്ടെ എന്നാ ഞാൻ വരാം. സത്യത്തിൽ ഈ വന്നതാരാ? ശൈത്താനാണ്. എത്ര ശൈത്താന്മാരെ ജീവിതത്തിൽ 10-17 കൊല്ലത്തേക്ക് നമ്മൾ കണ്ടു. ഇതുവരെ മനസ്സിലായോ ഇത് ശൈത്താനാണ്? സൂറത്തുൻ നാസിൽ വളരെ വ്യക്തമായും പറഞ്ഞിട്ടില്ലേ, ഈ ശൈത്താൻ മിനൽ ജിന്നത്തി വന്നാസ്, ജനങ്ങളിൽ. ഈ വെളിച്ചമെങ്ങാനും നേരിട്ട് കിട്ടിയില്ലെങ്കിൽ ശൈത്താന്മാരെ പെട്ടെന്ന് മനസ്സിലാവൂലേ? അതാ വരുന്ന ശൈത്താൻ. വിട്ടോളെ ശൈത്താനെ, വേറെ നിവൃത്തിയില്ല. ജിന്ന് ശൈത്താനേക്കാളും നമ്മളെ പഴപ്പിക്കുന്നത് ആരാന്നറിയോ? മനുഷ്യ ശൈത്താൻ. ആ ശൈത്താൻ മനസ്സിൽ പറയുമ്പോ കുറച്ചൊക്കെ നമുക്ക് പിടിച്ചേക്കാം. ഇത് നേരിട്ട് വരികയല്ലേ, ഒലിപ്പിക്കല്ലേ വായിന്ന്. ആ ഒലിപ്പിക്കൽ കാണുന്നതിന് വീണ് പോകുകയല്ലേ. ഞാൻ പറഞ്ഞു വരുന്നത്, ഖുർആൻ ഇങ്ങനെ ഒരു ചെറിയൊരു സൂറത്തിൽ നമ്മുടെ ചിന്തകളെ ഉയർത്തുകയും വമ്പിച്ച പ്രൊട്ടക്ഷൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി ഈ സൂറത്ത് കൂടുതൽ ഓതാറുണ്ടായിരുന്നു. കാരണം എന്താ? നമ്മൾ അവസാനം പിഴച്ചാൽ പോയല്ലോ, നമ്മളെ ബോധ്യപ്പെടുത്താൻ, നമ്മളെ പഠിപ്പിക്കാൻ. അവസാനം വല്ല സംഗതിയാണ്, അക്കിബത്ത് അവസാനത്തെ വല്ലത് പ്രശ്നമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, ഖുർആൻ വളരെ അർത്ഥവ്യാപ്തിയും വല്ലാത്തൊരു വെളിച്ചവും മനസ്സിനൊരു സംതൃപ്തിയും നൽകുന്ന ഒരു സംഗതിയും. അത് ശരിക്കും ഉൾക്കൊണ്ടാലുണ്ടല്ലോ ടെൻഷൻ ഉണ്ടാവില്ല, ഒരു സമയത്തും ടെൻഷൻ ഉണ്ടാവില്ല, ഒരു പ്രശ്നവും നമ്മുടെ മനസ്സിലില്ല. വിഷമം ഉണ്ടാവും, ദാരിദ്ര്യം ഉണ്ടാവും, വിശപ്പ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും, പക്ഷെ മനസ്സിന് സന്തോഷം. ആ രീതിയിൽ മനസ്സമാധാനത്തിൽ കിടന്ന ഇതാണ് ജീവിതത്തിന്റെ വിജയം. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനത്തെ ഖുർആൻ കഴിവ് തന്ന നമ്മള് മറ്റ് പല പോട്ടെ അപ്പൊ പറയും അത് അറബിയിലല്ലേ സർ, പിന്നെ മലയാള പരിഭാഷയുണ്ടല്ലോ, ഇംഗ്ലീഷ് ഭാഷ നിങ്ങൾ പഠിക്കണ്ടേ, അത് ബുദ്ധിമുട്ടാന്ന് ആരെങ്കിലും ഒഴിവാക്കാറുണ്ടോ? ഇല്ലല്ലോ. ട്യൂഷന് പോകും, അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തോട്ട് പോകും, ലൈബ്രറി വാങ്ങും, മറ്റത് വാങ്ങും, അതിങ്ങനെ പഠിക്കുന്നത്, ഗൈഡ് ഡിക്ഷണറി ഒക്കെ വേണം. ഈ സാധനങ്ങളൊക്കെ ഖുർആനുണ്ട്. അത് വാങ്ങി വായിച്ച് അള്ളാഹു തന്ന കഴിവുകൾ ഉപയോഗിച്ച് ആ സ്രഷ്ടാവിനെ അറിയാൻ ഞാൻ ശ്രമിക്കുമ്പോഴല്ലേ സ്രഷ്ടാവിന് സംതൃപ്തി ഉണ്ടാകും, അല്ലേ? ആ സ്രഷ്ടാവിന് അന്നേരല്ലേ നിങ്ങളോട് തൃപ്തി ഉണ്ടാകുക. സ്വർഗം ആഗ്രഹിക്കാത്ത ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? ഒന്ന് കൈവക്കേണ്ടേ? ഉണ്ടോ? ഇല്ല. സ്വർഗം കിട്ടണമെങ്കിലോ, നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കൾ നല്ലൊരു ഡ്രസ്സ് വാങ്ങിച്ചേരണമെങ്കിലോ തൃപ്തി വേണ്ടേ? അല്ലേ? അപ്പൊ ആ ഡ്രസ്സ് കിട്ടുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മളതൊക്കെ ചെയ്യും. എന്താ അമ്മ ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം, ഒക്കെ റെഡിയാണ്. ഡ്രസ്സ് കിട്ടുന്നത് വരെ ഷോപ്പിംഗ് ആണ്. ഇതേപോലെ അള്ളാഹുവിന്റെ സ്വർഗം കിട്ടണമെങ്കിൽ അള്ളാഹുവിന്റെ തൃപ്തി കിട്ടണ്ടേ? അല്ലേ? തൃപ്തി കിട്ടണമെങ്കിൽ അള്ളാഹു തന്ന കഴിവ് ഉപയോഗിച്ച്, നിങ്ങൾ വീട്ടിൽ നിന്ന് തന്ന സാധനങ്ങളും പൈസ ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾ ആരാനും പോയി പണിയെടുത്താലോ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടുവോ? ഇതേപോലെ അള്ളാഹു തന്ന മുഴുവൻ ഉപയോഗിച്ച് നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിങ്ങൾ മെനക്കെടുമ്പോൾ, നിങ്ങളൊരു ഷോപ്പിൽ പണിയെടുക്കാണ്, ആ ഷോപ്പ് നിങ്ങൾക്ക് പൈസയും സാധനം തരാം, ആ സാധനമൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ വേറൊരാൾക്ക് പോയിട്ട് സഹായം ചെയ്യണമെങ്കിൽ ഷോപ്പുകാർക്ക് ഇഷ്ടപ്പെടുവോ? നിങ്ങളവിടെ നിർത്തുവോ? ഇല്ല. ഇതേപോലെ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ ഉപയോഗിച്ച് നിങ്ങളെ സ്വാർത്ഥതയും നിങ്ങളെ സംഗതികൾക്കും മാത്രം നിങ്ങൾ വിനിയോഗിക്കുന്നു എങ്കിൽ അത് തന്നെ ഏതെങ്കിലും ഒരു ലോറിയുടെയോ ഏതെങ്കിലും ഒരു അസുഖത്തെയോ പെട്ടാൽ ഒന്നുമല്ലാതായി പോകുന്ന സാധനം. നാളെ നമ്മുടെ ശരിയായ യഥാർത്ഥ വിജയത്തിന് ഉതകുന്ന സംഗതിയുടെ പഠനം നമ്മൾ പഠിക്കുന്നില്ല എന്ന് ഇപ്പോഴേ നമുക്ക് ബോധ്യപ്പെട്ടാലെങ്കിലും നമ്മളൊന്ന് മാറി ചിന്തിക്കാൻ തന്നെ. കഴിഞ്ഞ റമദാന് ശേഷം ഖുർആൻ എപ്പോഴെങ്കിലും എടുത്തൊന്ന് പഠിച്ച ആൾക്കാരെ കൈവക്കുകയാണ്. ഓതലല്ല, ആർക്കും ഓതാലോ, നല്ല പാട്ടാണ്, അതിന് പൈസ ഇങ്ങോട്ട് തരണം. ഖുർആൻ ഓതുമ്പോ അല്ലേ മടുപ്പ് വരാറുണ്ടോ? ഇല്ലല്ലോ. പാട്ട് നിങ്ങൾ നല്ലൊരു ഒരു എഴുതിയ ആളെ പാട്ട് കൂടുതൽ പാടണമെങ്കിൽ അയാൾക്ക് എന്ത് കൊടുക്കണോ? പൈസ കൊടുക്കണ്ടേ? കാസറ്റ് ഇറക്കുന്നതിനനുസരിച്ച് പൈസ കൊടുക്കണ്ടേ? അത് അള്ളാന്റെ ഒരു ഭയങ്കര സംഗതിയാ, മനോഹരമായി ഓതാൻ കഴിയും. അതല്ല, അത് അർത്ഥം മനസ്സിലാക്കി അത് ജീവിതത്തിലേക്ക് പകർത്താൻ നമുക്ക് കഴിയണം. ഏതായാലും നമ്മൾ ഒരുപാട് പുസ്തകമാണ്, ഇഷ്ടംപോലെ പുസ്തകങ്ങൾ. നിങ്ങൾ വല്ല ഒരു കൂടമുണ്ട് തഫ്സീറിന്റെ പല ഭാഗങ്ങളായിട്ടുള്ള തഫ്സീറുകൾ. പിന്നെ തഫ്സീറുകൾ തന്നെ വീട്ടിൽ എവിടെയെങ്കിലും പൊടിയൊക്കെ പൊട്ടി എടുക്കുന്നത്. ഇതുവരെ നമുക്ക് തഫ്സീർ എന്ന് മനസ്സിലായിട്ടോ എടുത്ത് നോക്കണ്ടേ? 9ാം ക്ലാസ്സിൽ എത്തിയപ്പോഴാണല്ലോ 9ാം ക്ലാസ്സിലെ ടെസ്റ്റും ഗൈഡും നമ്മൾ ശ്രദ്ധിച്ചത്. അതുവരെ മൈൻഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇതുവരെ ഓതാൻ തീരുമാനിച്ചില്ല, അതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. വീട്ടിൽ തന്നെ ഉണ്ടാവും മിക്കവാറും വീട്ടിൽ പരിഭാഷകൾ. ഒന്ന് തഫ്സീറൊക്കെ ഒന്ന് പൊടി വരുത്തിയിട്ട് 1 ദിവസം 1 അരമണിക്കൂർ
ഒരു മണിക്കൂർ വായിക്കാൻ ശ്രമിച്ചുകൂടെ? തുടങ്ങിക്കൂടെ? ഇൻഷാ അല്ലാഹ്. അങ്ങനെ നിങ്ങൾ തുടങ്ങുന്നു എങ്കിലാണ് നിങ്ങൾക്ക് മറ്റേത് വായിക്കാൻ അർഹതയുള്ളൂ. എനിക്ക് പറയാം. ഇനി നിങ്ങൾ ഇതൊന്നും മനസ്സിലാക്കാൻ പറയാം. മനസ്സിലായല്ലോ? നാളെ അള്ളാഹിനോട് അള്ളാഹ് നീ എന്താ എന്നെ ഖുർആൻ പഠിക്കാതെ? അള്ളാഹ് അങ്ങനെ ഒന്നും പറഞ്ഞില്ലല്ലോ. നമ്മുടെ സിലബസിൽ ഖുർആൻ ഇല്ലല്ലോ പഠിച്ചോനെ. ഇംഗ്ലീഷ് വേണ്ട, സയൻസ് സംഗതികളൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഹ്യൂമാനിറ്റീസ് പഠിച്ചാൽ ഖുർആൻ ഇല്ലല്ലോ പഠിച്ചോനെ. അങ്ങനെ ഉണ്ടല്ലോ. നേരെ മറിച്ച് അഫ്ദൽ പഠിക്കുന്ന ആളാ ഖുർആൻ പഠിക്കുന്നു, അത് സൂറത്ത് നൂറ് പഠിക്കാൻ പറഞ്ഞാൽ 100ന്റെ അപ്പുറത്ത് ഒരായത്തും പഠിക്കൂല. കാരണം എന്താ? അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയില്ല. തീർന്നു. അപ്പം പ്രശ്നമാണ്. അപ്പൊ എന്റെ സിലബസിലെ സൂറത്ത് നൂറിലല്ലോ പഠിച്ചാൽ മറ്റു പറഞ്ഞിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ പറയുന്നു എങ്കിൽ അവിടെ അള്ളാഹു പറയും അങ്ങനെ നീ തട്ടിയെടുക്കണം. 2006 മെയ് മാസം 21-ാം തീയതി കോഴിക്കോട് ടൗണിനടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് കാസർഗോഡുകാരനായ സുലൈമാൻ നൃത്തം വന്ന് വീമ്പളക്കി തന്നിട്ടില്ലേ സംഗതികൾ? അങ്ങനെ ഓർമ്മയില്ല എന്ന് പറയും അല്ലെ. അങ്ങനെ കാലുകൾ പറയും പഠിച്ചവൻ ആ സ്റ്റെപ്പ് ഞാൻ കയറിയിട്ടുണ്ട്. കൈകൾ പറയും ഞാനല്ലേ പിടിച്ചത്, ഓളങ്ങനെ അങ്ങനെ പറഞ്ഞത്, ഓളങ്ങനെ അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഭാവി നമ്മൾ ഇതുവരെ ചർച്ച നമ്മൾ നന്ദി ചെയ്യാത്തവരാണ്. പക്ഷെ നന്ദി ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, നന്ദി കേട്ട് നമ്മൾ ചെയ്യുന്നില്ല. അത് ഏറ്റവും വലിയ അപകടം. ഒരാൾ എനിക്ക് കുറെ സഹായം ചെയ്തിട്ട് ഞാൻ അയാൾക്ക് ഒരു നന്ദിയും ചെയ്തില്ലെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ വിഷമം ഉണ്ടാവില്ല, ഒരു വിഷമം ഉണ്ടാവില്ല. അയാളോട് തിരിച്ച് ഞാൻ നന്ദി കേട് കാണിച്ചാൽ സഹിക്കാൻ കഴിയും. ഇപ്പൊ ഞാൻ ഒരാളെന്നെ പഠിക്കാൻ കുറെ പൈസ സഹായിച്ചിട്ടുണ്ട്. തിരിച്ചിപ്പോ MR നിങ്ങളൊന്നും തിരിച്ച് നന്ദി ചെയ്തില്ല, ഒരു പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ MRനെ കുറിച്ച് വളരെ മോശമായി എല്ലാവരും പ്രചരിപ്പിക്കുക ഇതൊക്കെ ചെയ്ത് നന്ദി കേട് ചെയ്താൽ അത് സഹിക്കോ? അള്ളാഹുവിനോട് നന്ദി ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഇതുവരെ നന്ദി ചെയ്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് തീരുമാനിച്ചിട്ടുണ്ട്. നന്ദി കേട് പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ? ധിക്കാരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നില്ലേ? അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ അള്ളാഹുവിന് എതിരിൽ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നില്ലേ? ഇല്ലേ? പലപ്പോഴും ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ സെറ്റ്, ഒരു കമ്പനി മൊബൈൽ സെറ്റ് ഉണ്ടാക്കിയത്, ആ മൊബൈൽ എങ്ങനെ ഉപയോഗിക്കണം? ചില മൊബൈൽ ഉണ്ട് നല്ല വാട്ടർ പ്രൂഫ് മൊബൈൽ ഉണ്ട്, അത് വെള്ളത്തിലിടാൻ പ്രശ്നമില്ല. പക്ഷെ വേറെ ചില മൊബൈൽ വെള്ളത്തിലിടരുത്. ചില മൊബൈൽ കവർ ചെയ്യണം, വേറെ ചില മൊബൈൽ കവർ ചെയ്തില്ലെങ്കിൽ പ്രശ്നമില്ല. ഇങ്ങനെ ഒരു സാധനം നിർമ്മിച്ച ആ സാധനം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തീരുമാനിച്ച അധികാരം നിൽക്കോ? അത് ആ മൊബൈൽ നിർമ്മിച്ച കമ്പനിയാണ് തീരുമാനിക്കുന്നത് അല്ലെ? നമ്മൾ നിർമ്മിച്ച കമ്പനി ഏതാ? മേഡ് ഇൻ ഫ്രം അല്ലാഹ്. അല്ലാഹ് തീരുമാനിച്ചിട്ടുണ്ട് നമ്മൾ എങ്ങനെ നടക്കണം, നമ്മൾ എങ്ങനെ വസ്ത്രം ധരിക്കണം തീരുമാനിച്ചിട്ടില്ലേ? പെൺകുട്ടികൾ എങ്ങനെയാണ് ധരിക്കേണ്ടത് തീരുമാനിച്ചിട്ടില്ലേ? ഇല്ലേ? ഏതൊക്കെ ഭാഗം വെളിവാക്കണം തീരുമാനിച്ചിട്ടില്ലേ? പുരുഷന്മാര് വസ്ത്രധാരണത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം തീരുമാനിച്ചിട്ടില്ലേ? മുടിയായാലും നടത്തമായാലും നമ്മുടെ മറ്റു രീതികളായാലും നമ്മുടെ ബിൽഡിംഗ് എന്ത് നിർമ്മാണമായാലും ഒക്കെ എങ്ങനെ ആവണമെന്ന് നിർവഹിച്ചിട്ടില്ലേ, ചെയ്തിട്ടില്ലേ? അത് പ്രകാരമാണോ? കമ്പനി വളരെ വ്യക്തമായി വാറണ്ടി തരുമ്പോ, 1 വർഷത്തെയോ 2 വർഷത്തെയോ വാറണ്ടി തരുമ്പോ കമ്പനി അതിന്റെ അടിയിൽ എഴുതാറുണ്ട്, കമ്പനിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത പക്ഷം വാറണ്ടിക്ക് അർഹതയല്ല. ഒരു കാർ തരുമ്പോ അതിന് 1-2 വർഷത്തെ വാറണ്ടി ആണെങ്കിൽ കമ്പനിയുടെ ഓതറൈസ്ഡ് ഡീലർ അടുത്ത് തന്നെ നിങ്ങൾ സർവീസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ വാറണ്ടി നിലനിൽക്കുകയുള്ളൂ. അവിടെ കള്ളക്കളി കളിച്ചാൽ, തട്ടിപ്പ് കളിച്ചാൽ, മുട്ടി ഒപ്പിച്ചാൽ, കമ്പനി പറഞ്ഞ പോലെ യാത്ര ചെയ്തില്ലെങ്കിൽ അപകടം സംഭവിച്ചാൽ ആരും ഉത്തരവാദിയല്ല, കമ്പനി ഉത്തരവാദിയല്ല. ഇപ്പൊ ആരും ശത്രു പിടിച്ചത് വലിക്കരുത്, ചിലപ്പോൾ ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി ഉണ്ട്. അള്ളാഹു ആണ് എന്നെ സൃഷ്ടിച്ചത്, അള്ളാഹു എന്താ പറഞ്ഞ പോലെ ചെയ്യുന്നത്, ഇതിനപ്പുറം അങ്ങനല്ലേ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ നമ്മൾ ഈ സമൂഹത്തിൽ ഇങ്ങനെ ഇടപെടികൾ പാവങ്ങൾ അറിയാം, ഞങ്ങൾ കുറ്റപ്പെടുത്തില്ല, അറിയാത്തോണ്ട നമ്മളെ വില മനസ്സിലായിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ഫ്രൂട്ട്സ് കടയിൽ പോയാൽ പൊതിഞ്ഞ ആപ്പിളും പൊതിയാത്ത ആപ്പിളും ഉണ്ടാവും. ഏനാ വില കൂടുതൽ? കവർ ചെയ്ത ആപ്പിൾ അതിന് ഡിമാൻഡാണ്. നിങ്ങൾക്ക് അറിയോ ഇല്ലയോ എനിക്കറിയില്ല, പുരുഷ മനസ്സിലും കവർ ചെയ്ത സാധനങ്ങൾക്ക് ഡിമാൻഡ്. സാധാരണ നമ്മളെ ഫ്രൂട്ട്സ് കടയിൽ പോയാൽ എല്ലാവരും ടേസ്റ്റ് നോക്കാൻ നല്ല സുന്ദരമായ പഴങ്ങൾ പുറത്തന്നെ കൊണ്ടേക്കും വാങ്ങാലോ അല്ലെ?
എല്ലാവരും കുഷ്ഠരോഗികളൊക്കെ എടുത്തു നോക്കല തന്നെയാണ്. പക്ഷെ നിങ്ങൾ വാങ്ങണമെന്ന് ഉദ്ദേശിച്ചാൽ അതെടുക്കോ? ഉള്ളിൽ പോയി ആ പെട്ടി വിളിച്ച് ആ കവറുള്ളത് എടുത്തു വരിക. എന്താ കാരണം? ഇതെല്ലാവരും തൊട്ടോക്കിയതാ, ഈ ടേസ്റ്റ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്, ഇതെല്ലാവരും വരച്ചതാ. ഇത് എനക്ക് വേണ്ട, എനിക്ക് ആരും വരസാത്ത ഫ്രഷ് മതി. ഞാനും വരച്ചിട്ടുണ്ടാവും, പക്ഷെ എനിക്ക് അത് വേണ്ട, എനിക്ക് ഫ്രഷ് മതി. ഈ ഒരു കോമൺ സെൻസ് ഉണ്ടായിക്കൂടെ നമുക്ക് ഇത്തരം സമയങ്ങളിൽ? ഈ രീതിയിൽ എന്തിനു നമ്മളിങ്ങനെ നടക്കണം? ആർക്ക് വേണ്ടി? അള്ളാഹു ഇത്രയൊക്കെ ചെയ്തു തന്നിട്ട് നിങ്ങൾ ഇങ്ങനെ നടക്കണം എന്ന് പറയുമ്പോൾ അതനുസരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ധിക്കാരല്ലേ നമ്മൾ ചെയ്യുന്നത്? ഒന്നത്. മറ്റൊന്ന്, ഈ കണ്ണുണ്ടല്ലോ, കണ്ണിനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്തറിയോ? ഈ രണ്ട് കണ്ണിന് മാത്രം നീ ജീവിതകാലം മുഴുവനും സുജൂദിൽ കിടക്കുകയാണെങ്കിലും നന്ദിയാവൂല എന്ന് പറഞ്ഞത്. ഞാന് എന്റെ നിങ്ങൾ അയൽവാസിയായ കുട്ടിക്ക് ഒരു കളിപ്പാട്ടം വാങ്ങിക്കൊണ്ട് കളിക്കാൻ, കുട്ടികൾ കളിക്കുമ്പോൾ ഇഷ്ടമാണല്ലോ. ആ കളിപ്പാട്ട് ഉപയോഗിച്ച് ആ കുട്ടി എന്താക്കിയെന്ന് അറിയോ? നിങ്ങളെ വീട്ടിലൊരു കൊച്ചു കുട്ടീനെ തലക്കിട്ട് അടിക്കുക. നിങ്ങൾ നോക്കി നിൽക്കുക. നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നിക്കാ കുട്ടീനെ അടിക്കും, അല്ലെങ്കിൽ ചുരുങ്ങി എന്ത് ചെയ്യും? ആ കളിപ്പാട്ട് കൊണ്ട് വാങ്ങുക. നിങ്ങൾ വാങ്ങിക്കൊടുത്ത സാധനം ഉപയോഗിച്ച് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് സഹിക്കോ? എന്നാൽ അള്ളാഹു തന്ന ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനം ഉപയോഗിച്ച് നമ്മൾ കാണുന്നതൊക്കെ അള്ളാഹു ഇഷ്ടപ്പെട്ടതാണോ? ആണോ? അങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെടാത്തത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് ആ കണ്ണിനെ ദുർവിനിയോഗം ചെയ്യുമ്പോ അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ കളിപ്പാട്ടം തിരിച്ചു വാങ്ങാനുള്ള ഒരു മനസ്സെങ്ങാനും വന്നു പോയെങ്കിൽ, വരാൻ സാധ്യതയുണ്ട്, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അതങ്ങ് പോകും. പടച്ചോന്റെ അനുഗ്രഹം ചെറുതല്ല. പടച്ചോന്റെ ഇളവ് നൽകുന്നല്ലോ, പൊട്ടിത്തെറിച്ചു പോകും. നേരത്തെ പടച്ചോൻ ചെയ്യേണ്ട പോലെ ചെയ്തില്ലെങ്കിൽ അവിടെയും പാവം മനസ്സിലായിട്ടുണ്ടാവില്ല, ആരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞ് സഹിക്കുകയാണ്. ഈ കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ നല്ലതാ ആണോ? ഇങ്ങനെ കണ്ട് ആനന്ദിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ എന്തൊക്കെയാ? അത് വേറെ. ഇങ്ങനെ അള്ളാഹു തന്ന അനുഗ്രഹം ഉപയോഗിച്ചുകൊണ്ട് പലപ്പോഴും നമ്മൾ തോന്നിവാസങ്ങൾ കാണുന്നു, ഒരു ലജ്ജ പോലും ഇല്ലാതെ. എത്ര വലിയ നന്ദികേടാണെന്നറിയോ? അള്ളാഹു തിരിച്ചെടുത്തേക്കാം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറില്ല. ആമി പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല, അത് ശ്രദ്ധിക്കുകയും ചെയ്യണം. എന്നല്ല എല്ലാം കാണാൻ പഠിച്ചാൽ കണ്ണു സൂക്ഷിക്കണേ, പിന്നെ നോക്കാനാ പറഞ്ഞു കാര്യമൊന്നുമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ രീതിയിൽ അള്ളാഹുവിന്റെ മുമ്പിൽ സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നഷ്ടങ്ങൾക്ക് പിന്നെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. അത്രല്ല, അത്രമാത്രം അള്ളാഹു നമ്മൾ അനുഗ്രഹിച്ചിരിക്കുന്നു. നമ്മളെ നടത്തം അത് അള്ളാഹുവിന്റെ മാർഗത്തിലാവണം. ഞാൻ സ്കൂളിലേക്ക് പോകുന്നത്, കോളേജിൽ അള്ളാഹു റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന, ദുനിയാവ് ഹസനത്താക്കാൻ തന്നെയാണ്. ദുനിയാവ് അസാദാക്കാനല്ല പോണ്ടത്, ഹസനത്താക്കാനാണ്. ആഖിറത്തി ഹസന, ആഖിറത്തും ഹസനത്താവണം. ഈ രണ്ട് സംഗതികളും വെച്ചുകൊണ്ടുള്ള ജീവിതമാണ് നമുക്കുണ്ടാവേണ്ടത്. അപ്പോഴാണ് നമ്മൾ വിജയിക്കുക. ഇവിടെ നല്ല മാന്യമായ അള്ളാഹു ഇബാദത്ത് എടുക്കുന്ന, എന്നാൽ നല്ലൊരു പദവിയിലുള്ള ജനങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ് സൂചിപ്പിച്ച് നന്മ ചെയ്യുന്ന ഒരു വ്യക്തിത്വം, എല്ലാവരും അനുഗ്രഹിക്കുന്ന, എല്ലാവരും സ്നേഹിക്കുന്ന, എല്ലാവരും ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിനടുക്ക് നമുക്ക് നന്മ പറയാവുന്ന സംഗതികളുണ്ട്. നമ്മളെ പരലോകത്ത് എന്നാൽ അള്ളാഹുവെ, ഞാൻ ഡോക്ടറായി, എഞ്ചിനീയറായി എൻ്റെ സമുദായത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്, പിന്നെ എനിക്ക് ജീവിക്കാൻ ഞാനും അവരോട് എല്ലാവരോട് ക്യാഷ് വാങ്ങിയിട്ടുണ്ട്, അത് സാരമില്ല, ഇങ്ങനെയൊക്കെ ഞാൻ സഹായിക്കും. ഇങ്ങനെ പറയാൻ കഴിഞ്ഞാൽ, അവിടെ രക്ഷപ്പെടാൻ പറ്റിയാൽ നമ്മൾ പൂർണ്ണമായി. നേരെ മറിച്ച് ഇവിടെ ഭൗതികതയിൽ ഇങ്ങനെ ആർത്ത് ഉല്ലസിച്ച് നടന്ന് അവസാനം എന്താണ് ധാർമ്മികത എന്ന് മനസ്സിലാവാതെ, അതൊന്നും തിരിയാതെ പിടുത്തം വിട്ട ജീവിതം കൊണ്ട് സംഭവിക്കുന്നത് നാളെ പരലോകം ഇരുളടങ്ങുന്നതാണ്. ഏതായാലും ആ കബറിടത്തിലേക്ക് കിടന്ന് അവിടുന്ന് ഒരു പക്ഷേ ഈ കണ്ണുകളൊക്കെ ഒരു ഓൾസായി മാറേണ്ടതാണെന്ന് ബോധം നമുക്കുണ്ടാവും. ചുരുക്കത്തിൽ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളും കഴിവുകളും നമ്മളെപ്പോഴും ഓർക്കണം. ഇത്ര കഴിവ് ചെയ്തൊരു വിഭാഗം ഈ ലോകത്ത് വേറെ ഇല്ല. നിങ്ങള് കടപ്പുറം പോയി മത്സ്യം പിടിക്കുന്നവരുടെ കഷ്ടപ്പാട് കണ്ടാൽ, അവിടെ ഈ വലിയങ്ങാടി പോയിട്ട് മരം പിടിക്കുന്നവരുടെ കഷ്ടപ്പാട് കണ്ടാൽ, റോഡ് പണിയെടുക്കുന്നവരുടെ കഷ്ടപ്പാട് കണ്ടാൽ എന്തോ ഒരു കഷ്ടപ്പാട്. അവിടെ നിങ്ങൾക്ക് പഠിക്കാനും വളരാനും ചിന്തിക്കാനും ഉയരാനുമുള്ള സാഹചര്യം അള്ളാഹു ഒരുക്കി. ആ സമയത്ത് നിങ്ങളെ സഹായിക്കാനുള്ള നല്ല മനസ്സിത ഒരുപാട് സഹോദരങ്ങൾക്ക് അള്ളാഹു നൽകിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യം മനസ്സിലാക്കി അള്ളാഹുവിന് നന്ദി ചെയ്യാൻ, ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്ദികേടിൽ നിന്നും മാറി നിൽക്കാൻ ഇനിയെങ്കിലും എനിക്ക് സാധിക്കേണ്ടതുണ്ട് എന്നായിരിക്കണം നമ്മൾ ഇവിടെ നിൽക്കുന്നത്. എടുത്തൂടെ അള്ളാഹു നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കുമാറാണ്. ഇതുവരെ നമ്മളെ അറിവ് കുറവ് കൊണ്ട്, നമ്മളെ പിഴവുകൾ കൊണ്ട്
നമ്മുടെ അജ്ഞത കൊണ്ട് നമ്മൾക്ക് ഒരുപാട് ഫാൾട്ടുകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ഇനി അള്ളാഹു നമ്മുടെ എന്തെങ്കിലും കുറവുകൾ വെച്ച് പരീക്ഷിക്കാതെ അള്ളാഹു ഈ അജ്ഞരായ പാപികളായ നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമാറാകട്ടെ. ഇനി അങ്ങോട്ട് പാപരഹിതമായി ജീവിതവും അള്ളാഹുവിനെയും നന്ദിയൊക്കെ ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള മനസ്സും അതിനുള്ള സാഹചര്യവും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.